വളരെ മനോഹരമായ ഒരു സുപ്രഭാതത്തിലാണ് ഇന്ന് ഡെലിഗേറ്റ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ ഈ വേദിയിലിരുന്നപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. അപ്പം ഇവിടെ കാണുന്ന ആ മനോഹരമായ ഈ ഗിരിനിരകൾ നമ്മുടെ കേരളത്തിൻ്റെ മാസ്മരിക സൗന്ദര്യമാണ് നമുക്ക് ഈ നാല് ഭാഗത്തും കാണുവാനായിട്ട് സാധിക്കുന്നത്. വള്ളത്തോൾ പണ്ട് ഒരു കവിതയിൽ എഴുതിയുണ്ടായി, പച്ചയാം വിരിപ്പിട്ട സഹീനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിയിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ എന്ന്. അപ്പം ഇവിടെ പച്ചയായി വിരിപ്പിട്ട ഈ സഹീനിൽ തലവെച്ച് ആണ് ഈ പ്രദേശം. അവിടെ മനോഹരമായ ഈ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു ഡെലിഗേറ്റ് മീറ്റ് സംഘടിപ്പിച്ചത് വളരെയധികം ഔചിത്യപൂർണമായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അതുപോലെ തന്നെ സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഏറ്റവും വലിയ ഒരു കാൽവയ്പ്പാണ് എന്ന് നമുക്കറിയാം. കുറച്ച് നൂറ്റാണ്ടുകളായി മനുഷ്യൻ വിദ്യാഭ്യാസം തുടങ്ങിയിട്ട് ഗ്രീസിലൊക്കെ ആണെങ്കിൽ പ്ലേറ്റോയുടെ അക്കാഡമി ആണ് ആദ്യം ഉണ്ടായ വിദ്യാഭ്യാസ സ്ഥാപനം. നമ്മുടെ സമൂഹത്തിൽ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗുരുകുലങ്ങളും ഒക്കെ ആയിട്ട് വിദ്യാഭ്യാസ സമ്പ്രദായം വികസിച്ച് ഇന്നത് വളരെ ആധുനിക രീതിയിൽ നടത്തപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ വിദ്യാഭ്യാസം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നു, അല്ലെങ്കിൽ സമൂഹം വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. സമൂഹം ആണ് വിദ്യാഭ്യാസത്തെ നടത്തുന്നതും അതിൽ താല്പര്യമെടുക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും. പക്ഷേ വിദ്യാഭ്യാസത്തിന് സമൂഹത്തെ മുകളിലേക്ക് ഉയർത്തുന്ന ഒരു ജോലിയുണ്ട്. ഇന്നത്തെ സമൂഹം, ഇന്നത്തെ വിദ്യാഭ്യാസം എങ്ങനെയാണോ അങ്ങനെയാണ് നാളത്തെ സമൂഹം. അപ്പം നാളത്തെ സമൂഹം ഇന്നത്തെ സമൂഹത്തിനേക്കാളും കുറച്ചുകൂടെ നല്ല സമൂഹമാവണമെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസം സമൂഹത്തിൻ്റെ മുകളിൽ നിൽക്കണം. എപ്പോഴും വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനം സമൂഹത്തിൻ്റെ മുകൾ ഭാഗത്താണ്. കാരണം താഴെ കിടക്കുന്ന സമൂഹത്തിനെ മുകളിലേക്ക് വലിച്ചുയർത്തുക എന്നൊരു വലിയൊരു ദൗത്യം, അതാണ് വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നത്. അപ്പം ഈ സമൂഹത്തിൻ്റെ നിലവാരം എന്തോ, സമൂഹത്തിൽ ചിന്തിക്കുന്നതെന്തോ, സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതെന്തോ അത് തന്നെ ഈ തത്തയുടെ മാതിരി പറഞ്ഞു കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം അങ്ങനെയുള്ള വിദ്യാഭ്യാസം നാളത്തെ സമൂഹം ഇന്നത്തെ സമൂഹം പോലെ തന്നെ നിലനിർത്തും എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നാണ് പറയുന്നത്. അത് സമൂഹത്തിനെ എങ്ങനെ നമുക്ക് വിദ്യാഭ്യാസം മുകളിൽ നിന്നുകൊണ്ട് സമൂഹത്തിനെ എങ്ങനെ മുകളിലേക്ക് വലിച്ച് ഉയർത്താൻ പറ്റും. അപ്പോൾ നാളത്തെ തലമുറ എങ്ങനെ ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ നന്നായിട്ട് ചിന്തിച്ച് നല്ല സമൂഹം കെട്ടിപ്പടുക്കും. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം. അത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയയുടെ ലക്ഷ്യമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പങ്കെടുക്കുന്ന പല ആളുകളുണ്ട്. കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, പിന്നെ മൊത്തത്തിൽ സമൂഹമുണ്ട്. ഇവരുടെ ലക്ഷ്യം വേറെ ആയിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ ലക്ഷ്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം കുട്ടികളുടെ ലക്ഷ്യം ഒരുപക്ഷെ പഠിച്ച് എങ്ങനെയെങ്കിലും അഡ്മിഷനൊക്കെ വാങ്ങി ഒരു ജോലി കിട്ടി, ശമ്പളം കിട്ടുന്ന ജോലി കിട്ടുക, അവരുടെ ലക്ഷ്യം അതായിരിക്കും. രക്ഷകർത്താക്കളുടെ ലക്ഷ്യം അങ്ങനെയായിരിക്കും, എത്രയും പെട്ടെന്ന് കുട്ടികളെ നല്ല രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു ജോലിയിൽ സ്ഥിരപ്പെടുത്തുക. അവരുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ജോലിയിലുള്ള ഒരു സന്തോഷം, അതോടൊപ്പം തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള സേവന വ്യവസ്ഥകൾ ഉറപ്പാക്കുക, ഇതൊക്കെ അധ്യാപകരുടെ ലക്ഷ്യമായിരിക്കും. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സിസ്റ്റത്തിന് ഒരു ലക്ഷ്യം ഉണ്ട്. പക്ഷേ ആ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പം അത് പല പല ലക്ഷ്യങ്ങളായിട്ട് അത് വേർപിരിയുന്നു. അപ്പോൾ ഈ പല പല ലക്ഷ്യങ്ങളായിട്ട് വേർപിരിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സിസ്റ്റത്തിൻ്റെ ആ ലക്ഷ്യം നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം എല്ലാ സംഗതികൾക്കും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദിശയാണ്. അപ്പോൾ എന്താണ് നമ്മൾ എവിടെയാണ് എത്താൻ ഉദ്ദേശിക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ അവിടെ എത്തിച്ചേരൂ. നമ്മൾ എങ്ങോട്ട് പുറപ്പെട്ടാലും, ഏത് യാത്രയ്ക്ക് പുറപ്പെട്ടാലും ആദ്യം വേണ്ടത് എവിടെയാണ് പോകുന്നതെന്നുള്ള കോർഡിനേറ്റ് നമ്മുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ വരാൻ പറ്റുകയില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ടീച്ചർ അതിൻ്റെ ഒരു കോർഡിനേറ്റ്സ് അയച്ചു തന്നു, ലൊക്കേഷൻ. അതുകൊണ്ട് എനിക്കിവിടെ എത്താൻ പറ്റുന്നു. അപ്പോൾ ഏത് കാര്യത്തിന് മനുഷ്യൻ പുറപ്പെട്ടാലും ആദ്യം വേണ്ടത് കോർഡിനേറ്റ്സാണ്. നമുക്ക് എവിടെ പോകണം, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, അത് ശരിയായി കഴിഞ്ഞാൽ പകുതി വിജയിച്ചു എന്ന് പറയാം. പിന്നെ അങ്ങോട്ട് പോയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് പലതരം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, പലതരം ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുണ്ടാവും, അതൊക്കെ ഇരുന്നോട്ടെ. പക്ഷേ നമ്മുടെ മഹത്തായ യാത്രയുടെ ഒരു സ്റ്റെപ്പായിരിക്കണം ഓരോ സ്റ്റെപ്പും. എ ജേണി ഓഫ് 1000 miles ബിഗിൻസ് വിത്ത് 1 step എന്നാണ് പറയുന്നത്.
1000 മൈൽ പോകേണ്ടി വന്നാലും ഒരു സ്റ്റെപ്പ് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ പക്ഷേ ആ ഒരു സ്റ്റെപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിനും ദിശ കറക്റ്റ് ആയിരിക്കണം. 1000 മൈൽ എവിടെ എത്തണം, 1000 മൈലിൻ്റെ അപ്പുറം എത്തുന്ന സ്ഥലത്തേക്ക് ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പായിരിക്കണം ഇപ്പം. അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റെപ്പ് അതിൻ്റെ നേരെ വിപരീത ദിശയിലിട്ടേച്ച് 1000 മൈൽ നടന്നാൽ എങ്ങനെ ഇരിക്കും? ഒരിക്കലും എത്തുകയില്ല. അപ്പം 1000 മൈൽ പോകുന്ന ഒരാൾക്ക് ഓരോ സ്റ്റെപ്പും അതിൻ്റെ ശരിയായ ദിശ കണ്ടുപിടിക്കുക എന്നത് വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ എന്താണ് വിദ്യാഭ്യാസത്തിന് ദിശ? അതാണ് പലപ്പോഴും ഇപ്പോഴത്തെ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ്. അതിൽ ദിശ ഇല്ല. അതിൽ പങ്കെടുക്കുന്ന പല ഘടകങ്ങൾക്കും അതിൻ്റെ ദിശ എന്താണെന്ന് അറിയില്ല. കാരണം ഈ ദിശയ്ക്കൊരു കുഴപ്പമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിശ എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ റിഡക്ഷനിസ്റ്റിക് അല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുണ്ടാക്കിയ അറിവ് വളരെ വലുതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ അറിവ് നേടാൻ നമുക്ക് ഒരാൾക്ക് ഒരു ജീവിതകാലമേ ഉള്ളൂ എന്നതുകൊണ്ട് അത് നമ്മൾ വിഭജിച്ച് നേടാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് സമൂഹത്തിൽ പല പല പ്രൊഫഷണൽസ് ഉള്ളത്. കുറേ പേര് പിന്നെ ഹെൽത്ത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എൻജിനീയറിങ്, അല്ലെങ്കിൽ ലോ, അല്ലെങ്കിൽ പല പല പ്രൊഫഷണൽസ് വിദ്യാഭ്യാസ രംഗത്തുണ്ടെന്ന് നമുക്കറിയാം. സ്കൂൾ കഴിഞ്ഞാൽ കുട്ടികൾ പല ദിശകളിൽ പോകുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് പഠിക്കാൻ സാധിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിന് ഈ എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ളതുകൊണ്ട് അത് വിഭജിച്ച് ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റിസിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് കുറേ പേരെ ഏൽപ്പിച്ചു. എൻജിനീയറിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ, നിർമ്മാണത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് എൻജിനീയേഴ്സ് നോക്കട്ടെ. ആരോഗ്യത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് ഇവർ നോക്കട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അവർ നോക്കട്ടെ. അങ്ങനെ വിഭജിച്ച് സമൂഹം ഏൽപ്പിക്കുന്നത് കൊണ്ടാണ്, ഈ അറിവിനെ അങ്ങനെ വിഭജിക്കുന്നത് കൊണ്ടാണ് പല പല പ്രൊഫഷണൽസ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ, പക്ഷേ ഈ ദിശ എന്ന് പറയുന്നത് വിഭജനമല്ല. എങ്ങനെയൊക്കെ വിഭജിച്ചാലും അതിനൊരു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഡയമെൻഷനിലാണ് ദിശ. ഏത് കാര്യവും വിഭജിക്കുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് അത് എങ്ങോട്ട് ദിശ ഉണ്ടാക്കണം, ഏത് ദിശയിലേത് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഇൻ്റഗ്രേറ്റീവാണ്. അത് റിഡക്ഷനിസ്റ്റ് അല്ല, അത് ഡിവൈസീവ് അല്ല, അത് ഇൻ്റഗ്രേറ്റീവാണ് ദിശ. അപ്പോൾ ദിശയ്ക്കാണ് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിശയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അറിവ്. പണ്ട് T.S. എലീറ്റ് എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, വേർ ഈസ് ദ ലൈഫ് ലോസ്റ്റ് ഇൻ ലിവിങ്, വേർ ഈസ് ദി വിസ്ഡം ലോസ്റ്റ് ഇൻ നോളജ്, വേർ ഈസ് ദ നോളജ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം, ലൈഫ്, അതുപോലെ തന്നെ വിസ്ഡം, അതുപോലെ നോളജ്, ഇൻഫർമേഷൻ, ഇത് ഇൻ്റഗ്രേറ്റീവാണ്. ഒരു പിരമിഡ് മുകളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. നോളജ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അത് വിസ്ഡം ആവുന്നത്. അതുപോലെ വിസ്ഡം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് ജീവിതം, ലൈഫാവുന്നത്. ഇൻഫർമേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് നോളജ് ആവുന്നത്. അപ്പോൾ ഈ താഴെ തലങ്ങളിൽ നിൽക്കുന്ന ഈ പ്രക്രിയ താഴെ തലങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ മുകളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദിശാബോധം കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ദിശാബോധം കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾക്ക് ദിശാബോധം കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമൂഹങ്ങൾക്കും ദിശാബോധം കിട്ടും. അപ്പോൾ മനുഷ്യ സമൂഹം ഒന്നാകെ ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിൽ ഈ സമൂഹത്തിന് ദിശാബോധം ഉണ്ടാവും, അല്ലെങ്കിൽ ദിശാബോധം ഉണ്ടാവില്ല. അപ്പോൾ വിസ്ഡം ഇല്ലാത്തൊരു സമൂഹമായിട്ട് മാറും. ഒത്തിരി അറിവുള്ള സമൂഹം, ഒത്തിരി ഇൻഫർമേഷനുള്ള സമൂഹം, പക്ഷേ അറിവില്ലാത്ത സമൂഹം. ഒത്തിരി അറിവുള്ള സമൂഹം, പക്ഷേ വിസ്ഡം ഇല്ലാത്ത സമൂഹം. ഒത്തിരി കുറേ വിസ്ഡമൊക്കെ നേടിയ സമൂഹം, പക്ഷേ എന്നാലും ജീവിതം എങ്ങനെയാണ്, അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്നറിയാത്ത സമൂഹം. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം അത്തരം സമൂഹങ്ങളെ സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഈ ദിശാബോധം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരിക്കുക. അപ്പം എന്താണ് മനുഷ്യൻ? ഒരു മനുഷ്യനെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം എന്നൊക്കെ പണ്ടേ പറയാറുണ്ട്. ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് സ്കൂളുകളിൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്നാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാം, ഈ വിദ്യാഭ്യാസം വളരെ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന അഭിപ്രായമുള്ളവർ കാണും, അതിൻ്റെ ദിശ തെറ്റാണെന്ന് വിചാരിക്കുന്നവർ കാണും. അതിൽ അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ കാണും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസം നടത്തുമ്പോൾ നാളെ സമൂഹം നന്നായിട്ട് വരുമെന്നാണല്ലോ നമ്മുടെ പ്രതീക്ഷ. ഇന്ന് ഈ പരിപാടിയെല്ലാം നടത്തുന്നതിനാണ് നാളത്തെ സമൂഹം ഇതിലും നല്ലതാവാനാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ 1950 കൊല്ലം മുമ്പത്തെ സമൂഹത്തെക്കാളും ഇപ്പോൾ ആ സമൂഹം നന്നായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ 50 കൊല്ലത്തെ വിദ്യാഭ്യാസം നന്നായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇന്നത്തെ ഈ സമൂഹത്തെക്കാൾ ഇനി ഒരു 50 കൊല്ലം കഴിയുമ്പോൾ സമൂഹം നല്ലതായിരിക്കുമോ? അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇപ്പം നമ്മൾ അടുത്തിടെ ഞാൻ കണ്ടു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 1.5 ലക്ഷം ഈ ക്രിമിനൽസിൻ്റെ വിശദവിവരങ്ങൾ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നു കേരളത്തിൽ. 5 ലക്ഷം FIR
ഒരു കൊല്ലം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പം ഈ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഈ കുട്ടികളിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന ഈ കുട്ടികളിൽ നിന്നാണ് ഈ കാറ്റഗറി ഉണ്ടാകുന്നത്. ഈ 1.5 ലക്ഷം ക്രിമിനൽസ്, ഈ 5 ലക്ഷം FIR ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ സ്കൂളുകളിൽ, വിവിധ സ്കൂളുകളിൽ പഠിച്ചു വരുന്ന കുട്ടികളിൽ നിന്നാണ്. അപ്പോൾ അവരിൽ നിന്ന് എങ്ങനെ ഇത്തരം കാറ്റഗറി ഉണ്ടായി? അപ്പം ഈ നല്ല വിദ്യാഭ്യാസമാണെങ്കിൽ ഈ കാറ്റഗറി ഇല്ലാതിരിക്കണ്ടേ? അപ്പോൾ നാളത്തെ സമൂഹത്തിൽ ഇത് കുറഞ്ഞു വരണ്ടേ? അപ്പോൾ അത് സംഭവിക്കുന്നതിന് പകരം ഇത്തരം കാറ്റഗറീസ് എങ്ങനെ വർദ്ധിച്ചു വരുന്നു? അപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പലതരത്തിൽ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലേക്കാണോ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ സന്തോഷം, ഒരു വ്യക്തിക്ക് എന്തിനാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്? കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ സന്തോഷത്തിൻ്റെ സമൂഹം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. അതിൽ ഇന്ത്യയുടെ പൊസിഷൻ 5-6 കൊല്ലം മുമ്പ് അത് 133 ഇപ്പോഴും ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെ കിടക്കുകയാണ് ഹാപ്പിനെസ് ഇൻഡെക്സ്. അപ്പോൾ അതിൽ പാകിസ്ഥാൻ 95 അതിൽ നമ്പർ 1 ഫിൻലൻഡാണ്. ഫിൻലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം, 50-55 ലക്ഷം ജനങ്ങളുള്ള ഒരു രാജ്യം. അവർക്ക് ഒരുപക്ഷെ നമ്മുടെ അത്രയും അവിടെ വേറൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സമൂഹമാണ്. അവരുടെ കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കും, അവരുടെ വിദ്യാഭ്യാസം വ്യത്യാസമായിരിക്കും. പക്ഷേ അവർക്ക് ഏറ്റവും കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ അവർ ഒന്നാമതാണ്, ഫിൻലൻഡ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആത്യന്തികമായിട്ട് ഇതിൻ്റെ ലക്ഷ്യം? ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ സന്തോഷമുള്ള ആളുകളെ സൃഷ്ടിക്കണമോ, സന്തോഷമുള്ള കുടുംബങ്ങളെ സൃഷ്ടിക്കണമോ, സന്തോഷമുള്ള സമൂഹത്തെ സൃഷ്ടിക്കണമോ? അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഈ സന്തോഷം, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? അത് ഏത് രീതി പഠിപ്പിച്ചാലാണ് ഉണ്ടാവുന്നത്? എന്താണ് പഠിപ്പിക്കേണ്ടത്? ഇതൊക്കെ ഓരോ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പം ഇത് ആൽബർട്ട് ഷ്വൈറ്റ്സർ പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത്, വെൻ as soon as man does not take his existence for granted, but beholds it as something unfathomably mysterious, thought begins എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യൻ അവൻ്റെ എക്സിസ്റ്റൻസിനെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാതെ, നമുക്ക് ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഇതിവിടെ ഒരു സാധാരണമായി എല്ലാം തന്നിരിക്കുന്ന ഒരു ജീവിതമാണ് എന്ന് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാതെ, as soon as man does not take his existence for granted, but beholds it as something unfathomably mysterious. ഈ എക്സിസ്റ്റൻസ്, ഈ ജീവിതം എന്ന് പറയുന്ന അൺഫാത്തമബിളി മിസ്റ്റീരിയസ് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ തോട്ട് ബിഗിൻസ്, അവിടെയാണ് ചിന്ത തുടങ്ങുന്നത്. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങും. ഈ മിസ്റ്ററിയിൽ നിന്നാണ് തോട്ട് തുടങ്ങുന്നത്. എല്ലാവരും പറയുന്നു വിദ്യാഭ്യാസം സന്തുഷ്ടമാക്കണം, സന്തോഷകരമാക്കണം. എങ്ങനെ സന്തോഷകരമാക്കുന്നത്? സന്തോഷകരമാക്കാൻ ആൾ വിചാരിച്ചിരിക്കുന്ന ഉടനെ കുറേ ടോയൊക്കെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഉടനെ സന്തോഷം. അത് ശരിയുമാണ്, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ടോയൊക്കെ വെച്ച് കളിക്കണം. പക്ഷേ നമ്മുടെ കുറച്ച് കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ടോയ് വെച്ച് കളിച്ചാൽ സന്തോഷം ഉണ്ടാവില്ല എന്ന് നമുക്കെല്ലാം അറിയാം. പിന്നെ അപ്പോൾ എപ്പോഴാണ് സന്തോഷം വരുന്നത്? അപ്പോൾ ടോയ് വെച്ച് കളിച്ച് അത് കൊള്ളാം, അതിൽ നിന്ന് പുരോഗമിച്ച് ഈ സന്തോഷം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ പീപ്പിൾ ആർ ഏബിൾ ടു സീ മിസ്റ്ററി കാണാൻ കഴിവുണ്ടാക്കുമ്പോഴാണ് തോട്ട് അവിടെയാണ് തുടങ്ങുന്നത്. മിസ്റ്ററി കാണാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ ലൈഫ് സന്തോഷകരമായിരിക്കും. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മാൻ ക്യാൻ ലിവ് ഓൺലി ഇൻ 2 ways, ഐദർ എവറിത്തിങ് ഈസ് എ മിറക്കിൾ ഓർ നത്തിങ് ഈസ് എ മിറക്കിൾ. അങ്ങനെ 2 രീതിയിലേ ലൈഫുള്ളൂ. ഒന്നുകിൽ എല്ലാം ഒരു മിറക്കിളാണ്, അല്ലെങ്കിൽ ഒന്നും മിറക്കിളല്ല. കാരണം ഈ മിസ്റ്ററി കാണാത്ത ആളുകൾക്ക് ഒരു കാലത്തും ജീവിതത്തിൽ മിസ്റ്ററി ഇല്ല. പിന്നെ അവരെങ്ങനെയാണ് സന്തോഷം ഉണ്ടാകുന്നത്? അവർക്ക് this happiness comes out of recognizing mystery and thinking and thought, and thought will begin only upon recognition of mystery. അപ്പോൾ ഈ മിസ്റ്ററി കാണാനായിട്ടുള്ള ഒരു കണ്ണ് അത് ദൈവം എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് ഉള്ളിൽ ഒരു കണ്ണുണ്ട്. അതൊരു ലോജിക്കാണ്. ലോജിക്ക് എന്ന് പറയുന്ന ഒരു വെളിച്ചം മനുഷ്യൻ്റെ മനസ്സിലെല്ലാം ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് മിസ്റ്ററി കാണുന്നത്. ഒരു കണ്ണാണ്, ഒരു പ്രകാശം. അത് തെളിക്കാനുള്ള ഒരു കഴിവാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും. എന്ത് കാര്യം ചെയ്യുമ്പോഴും സന്തോഷം ഉണ്ടാവും. വിദ്യാഭ്യാസപരമായിട്ട് എന്ത് ചെയ്താലും സന്തോഷം ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് ഒരു സാലറി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലാതെയായിട്ട് മാറും. ഞാൻ പലപ്പോഴും ഈ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരവരൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ശമ്പളം കിട്ടും. ഒരു ശമ്പളം എന്ന് പറയുന്നത് മാസം തോറും നമുക്ക് കിട്ടുന്ന ശമ്പളം. രണ്ടാമത്തെ ശമ്പളം നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് മീനിങ് ഫുള്ളാണ്, അർത്ഥം. അതിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഈ മീനിങ്ങും ഈ ഹാപ്പിനെസ്സും ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതികളാണ്. മീനിങ്, അർത്ഥം.
ചെയ്യുന്ന കാര്യത്തിനൊരർത്ഥമുണ്ട്, ഒരു സന്തോഷമുണ്ടാവും ചെയ്യുമ്പം. ഇത് രണ്ടും കാശ് കൊടുത്താൽ പോലും കിട്ടുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിന് വേറെ ഒരു സന്തോഷം, വേറെ ഒരു ശമ്പളം തന്നെ കൂട്ടേണ്ടതാണ്. ആ ശമ്പളം ഉണ്ടവിടെ. പക്ഷേ പല ആളുകളും ഈ രണ്ടാമത്തെ ശമ്പളം വാങ്ങിക്കാൻ മെനക്കെടാറില്ല. അവർ ആദ്യത്തെ ശമ്പളം മാത്രമേ വാങ്ങിക്കൂ. അപ്പോൾ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും ദേ ബിക്കം അൺസാറ്റിസ്ഫൈഡ്. ദേ ആർ ലുക്കിംഗ് ഇറ്റ്, ഈ ആ ശമ്പളം പോരല്ലോ, ഇതെങ്ങനെ കൂട്ടാൻ പറ്റും, ഇത് വളരെ മോശം എന്നൊക്കെ പറഞ്ഞ് യൂണിയൻ ഉണ്ടാക്കും. അതാണ് ആളുകൾ ചെയ്യുന്ന ഏർപ്പാട്. അത് ഈ രണ്ടാമത്തെ ശമ്പളം കാണാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് ആദ്യത്തെ ശമ്പളം വാങ്ങിയിട്ട് അവർ സന്തോഷം, മുമ്പേ പറഞ്ഞ സന്തോഷവും അർത്ഥവും കണ്ടുപിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യത്തെ ശമ്പളം കൂടുതൽ വാങ്ങിച്ചാലും കിട്ടാത്ത രണ്ട് സാധനങ്ങളാണ് ഈ സന്തോഷവും അർത്ഥവും. അപ്പോൾ അത് രണ്ടാമത്തെ ശമ്പളത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് വാങ്ങാനായിട്ടുള്ള ഒരു കഴിവ് ഉള്ള അധ്യാപക സമൂഹം വളരെ വളരെ അത്യാവശ്യമാണ് വിദ്യാഭ്യാസത്തിൽ. അതില്ലെങ്കിൽ കാര്യങ്ങൾക്കെല്ലാം പിന്നെ അർത്ഥമില്ലാതെ മാറും. കാരണം മാൻ സെർച്ച്, ഈ വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ കിടന്ന് അവിടെ നിന്ന് പിന്നെ പുറത്ത് ചാടി വലിയ സൈക്കോളജിസ്റ്റൊക്കെ ആയ ചിന്തകനാണ് വിക്ടർ ഫ്രാങ്കിൾ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത്? മനുഷ്യൻ ജീവിക്കുന്നതിന് പല ഉത്തരങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഉത്തരം, ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഉത്തരം, മനുഷ്യൻ ജീവിക്കുന്നത് മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാൻ സെർച്ച് ഫോർ മീനിങ്. മനുഷ്യൻ ജീവിക്കുന്നത് അർത്ഥം കണ്ടുപിടിക്കാനാണ്. ഓരോ ദിവസവും മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം, ആഹാരം പോലെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അർത്ഥം. അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അർത്ഥം എന്നുള്ളതിന് മലയാളത്തിൽ ധനം എന്നൊരു അർത്ഥമുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അർത്ഥം എന്ന് വെച്ചാൽ മീനിങ്. ഈ ജീവിതത്തിൻ്റെ അർത്ഥം വേണം, മീനിങ് വേണം. ആ മീനിങ് കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണ് ജീവിതം. ഇപ്പോൾ പല രീതിയിൽ ആളുകൾ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവസാനം കുറേ കാലം കഴിയുമ്പോൾ അതിന് അർത്ഥമില്ലാത്ത കാര്യമാണ് അർത്ഥമായിട്ട് വിചാരിച്ചിരുന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നു. അത് വേറൊരു കാര്യം. പക്ഷേ ആ അർത്ഥം കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ജീവിതം. അപ്പോൾ ഈ അർത്ഥം അത്രയും പ്രധാനമാണ്, മനുഷ്യൻ്റെ സന്തോഷം അത്രയും പ്രധാനമാണെങ്കിൽ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ, അത് കണ്ടെത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അപ്പോൾ ജീവിതം കണ്ടെത്തുകയാണ്. സോ ദേ ആർ നോട്ട് ലോസ്റ്റ് ഇൻ ലിവിങ്. വേർ ഈസ് എ ലൈഫ് ലോസ്റ്റ് ഇൻ ലിവിങ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കവി. ലിവിങ് ആണ് ഇവിടെ ആളുകളെല്ലാം തേടുന്നത്. എല്ലാവരും വിദ്യാഭ്യാസത്തിലൂടെ എല്ലാം തേടുന്നത് എന്താ? ലിവിങ്. ദേ ജസ്റ്റ് വാണ്ട് ടു ലിവ്. വാട്ട് ഫോർ ദേ ഹാവ് ടു ലിവ്? അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ അർത്ഥം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ജീവിച്ചാൽ മതി. അപ്പോൾ ജീവിച്ചാൽ മതി. ലിവിങ്, ലൈഫ്, വേർ ഈസ് എ ലൈഫ് ലോസ്റ്റ് ഇൻ ലിവിങ്. അപ്പോൾ അങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ള പ്രമാണത്തിൽ പിന്തുടരുമ്പോൾ ലൈഫില്ല. പിന്നെ ലൈഫ് ഈസ് ലോസ്റ്റ്, ഓൺലി ലിവിങ് ഈസ് ലെഫ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ലോസ്റ്റ് ലൈഫുമായിട്ട് ജീവിക്കുന്ന തലമുറ, അവർക്ക് ദേ കനോട്ട് ഫൈൻഡ് എനി മീനിങ് ഇൻ വാട്ട് ദേ ആർ ഡൂയിങ്, മീനിങ് ഇൻ ദെയർ ലൈഫ്, ആൻഡ് ദേ കനോട്ട് ഫൈൻഡ് എനി ഹാപ്പിനെസ് ഇൻ ദെയർ ലൈഫ്, ബിക്കോസ് they have never been able to see mystery, because they have never been able to think also, because unless you are not able to see mystery, you cannot think. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തലമുറ, ഈ അർത്ഥം നഷ്ടപ്പെട്ട തലമുറ, അവർ നമ്മൾ പലതരത്തിലുള്ള ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡ് സൊസൈറ്റിയാണ് നമ്മുടേത്. ഇൻഫർമേഷൻ ഓവർലോഡ്, മീനിങ്, നോ മിസ്റ്ററി. അങ്ങനെ ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസം നടത്തിക്കഴിഞ്ഞാൽ ഉള്ള ദുരന്ത ഫലങ്ങളാണ് ഇന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം ഇതിലെ ഒരു പ്രത്യേകതയുള്ളത്, എന്താണ് മനുഷ്യൻ? ഞാൻ ആദ്യം ആ ചോദ്യം പറഞ്ഞതാണ്, എന്താണ് മനുഷ്യൻ? മനുഷ്യൻ എന്നുള്ളതിനെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ നിർവചനമുണ്ട്. എ ഹ്യൂമൻ ബീയിങ് ഈസ് എ പാർട്ട് ഓഫ് ദ ഹോൾ കോൾഡ് ബൈ എസ് യൂണിവേഴ്സ്, എ പാർട്ട് ലിമിറ്റഡ് ഇൻ ടൈം ആൻഡ് സ്പേസ്. He experiences himself, his thoughts and feelings as something separated from the rest, a kind of optical delusion of his consciousness. This delusion is a kind of prison for us, restricting us to our personal desires, and our task must be to free ourselves from this prison by widening our circle of compassion to encompass all living creatures and the whole of nature in its beauty. This is what Albert Einstein said about human being. എന്താണ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിൻ്റെ നിർവചനമാണ്. ഹ്യൂമൻ ബീയിങ് ഈസ് എ പാർട്ട് ഓഫ് ദ ഹോൾ കോൾഡ് ബൈ എസ് യൂണിവേഴ്സ്. യൂണിവേഴ്സിലുള്ള ഒരു സ്പെക്കാണ് ഹ്യൂമൻ ബീയിങ്. എ പാർട്ട് ലിമിറ്റഡ് ഇൻ ടൈം ആൻഡ് സ്പേസ്. ടൈം ആൻഡ് സ്പേസിലുള്ള ഒരു ഡോട്ടാണിത് ഹ്യൂമൻ ബീയിങ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എത്ര സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നു, എത്ര ടൈം ഓക്യുപ്പൈ ചെയ്യുന്നു? വളരെ കുറവ്. ഒരു ഹ്യൂമൻ ബീയിങ് ഓക്യുപ്പൈസ് എ വെരി സ്മോൾ സ്പേസ് ടൈം, എ ഡോട്ട്. സോ എ പാർട്ട് ലിമിറ്റഡ് ഇൻ ടൈം ആൻഡ് സ്പേസ്. But
സോ നമ്മളത്ര വളരെ ചെറിയ ഇതായതുകൊണ്ട് ഹി എക്സ്പീരിയൻസസ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫീലിങ്സ് ആസ് സംതിങ് സെപ്പറേറ്റഡ് ഫ്രം ദ റെസ്റ്റ്. മറ്റേ ആളുടെ ആയിട്ട് ഒരു ബന്ധമില്ല എൻ്റേത് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു. ആ തോന്നൽ വന്നു കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദെൻ ദാറ്റ് ബിക്കംസ് ആൻ ഓപ്റ്റിക്കൽ ഡെല്യൂഷൻ ഓഫ് ഹിസ് കോൺഷ്യസ്നെസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിയുടെ ബോധം ഒരു ഓപ്റ്റിക്കൽ ഡെല്യൂഷൻ്റെ ഉള്ളിലാവുന്നു, ഒരു ജയിൽ പോലെ ഉള്ളിലാവുന്നു. അവർ ടാസ്ക് മസ്റ്റ് ബി ടു ഫ്രീ അവേഴ്സെൽഫ് ഫ്രം ദിസ് പ്രിസൺ. ഈ ഡെല്യൂഷൻ തകർത്ത് ഇതിൽ നിന്ന് പുറത്തുചാടി നമ്മുടെ ബോധത്തിനെ പ്രപഞ്ചത്തിൻ്റെ വിസ്താരത്തിലേക്ക് ഉയർത്തുക. അതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. അപ്പം മനുഷ്യൻ സൗന്ദര്യത്തെ, സത്യത്തെ, സംസ്കാരത്തെ ഉണർത്തി ജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ മിഴി അടയ്ക്കുമ്പോൾ രാവുകൾ പകലുകൾ, ഞാൻ മിഴി തുറക്കുമ്പോൾ അന്വഹം വന്നെത്തുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെക്കുറിച്ച് കവികൾ പലതും പാടിയിട്ടുണ്ട്. അപ്പം ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ പ്രതിഭാസം, അതായത് ഈ മനുഷ്യൻ്റെ ബോധം എന്ന് പറയുന്ന ആ പ്രതിഭാസം, അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാതെ അത് വളർത്തി ഈ പ്രപഞ്ചത്തിൻ വ്യാസത്തോളം ആത്മാവിൻ്റെ ശില്പശാലയെ വലുതാക്കിയ മനുഷ്യൻ ഞാൻ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാസത്തോളം ആത്മാവിൻ്റെ ശില്പശാലയെ വലുതാക്കാൻ കഴിവുള്ള ഈ മനുഷ്യ വ്യക്തിത്വത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് കുറച്ച് മനസ്സിലാക്കാതെ നമുക്ക് വിദ്യാഭ്യാസം സാധ്യമല്ല. കാരണം മനുഷ്യനെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസം. അപ്പം മനുഷ്യനിൽ ഏറ്റവും പ്രധാനമായിട്ട് 3 പില്ലറുണ്ട്, 3 തൂണുകളിലാണ് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിൽപ്പ്. അതിൽ ആദ്യത്തെ തൂണെന്ന് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റാണ്. ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ബ്രെയിനിൽ ഇതുപോലെ 3 തലങ്ങളുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ബ്രെയിനിൽ 3 തലങ്ങളുണ്ട്. ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഒരു തലമുണ്ട്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ സഹജ സ്വഭാവം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഓരോ ജീവജാലത്തിനും ഒരു സഹജ സ്വഭാവമുണ്ട്. ഒരു മൃഗത്തിൻ്റെ സഹജ സ്വഭാവം എന്താണ്? അതിനെ ആരെങ്കിലും ആക്രമിക്കാൻ ചെന്നാൽ അത് തിരിച്ച് ആക്രമിക്കുക, അല്ലെങ്കിൽ ഓടും. ഈ 2 കാര്യം അത് ചെയ്യും നിർബന്ധമായിട്ട്. അതുപോലെ തന്നെ വിശന്ന് കഴിഞ്ഞാൽ അത് മുമ്പിൽ കാണുന്നതിനെ കൊല്ലും, അല്ലെ എങ്ങനെയെങ്കിലും ആഹാരം കഴിക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ സഹജ സ്വഭാവം മൃഗത്തിൻ്റെത്. അത് ഇൻസ്റ്റിങ്ക്റ്റാണ്. അത് മനുഷ്യനുണ്ടത്. മനുഷ്യൻ്റെ ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഉണ്ടായ മനുഷ്യൻ്റെ ഭാവം ഈ സഹജ സ്വഭാവമാണ്. അത് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ്. ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് ഈ സഹജ സ്വഭാവത്തിൻ്റെ പ്രക്രിയ നിലകൊള്ളുന്നത്, ഇൻസ്റ്റിങ്ക്റ്റ്. അത് മൃഗങ്ങൾക്കെല്ലാം ഉണ്ട്, മനുഷ്യനുമുണ്ട്. അതിൻ്റെ മുകളിൽ മനുഷ്യൻ പുരോഗമിച്ച് പരിണമിച്ച് വന്നപ്പോൾ അതിൻ്റെ മുകളിൽ മനുഷ്യനൊരു കഴിവ് കിട്ടി. ആ കഴിവിൻ്റെ പേരാണ് ഇൻ്റലക്റ്റ് ഓർ റാഷണാലിറ്റി എന്ന് പറയുന്നത്. ലോജിക്കാണ്. അപ്പോൾ മനുഷ്യന് ചിന്തിക്കാനൊരു കഴിവ് കിട്ടി, ലോജിക്ക്, ഇൻ്റലക്റ്റ്. അത് ഈ സഹജ സ്വഭാവത്തിൻ്റെ മുകളിൽ വന്ന ഒരു കഴിവാണ്. അത് മുകളിൽ എന്ന് പറയാൻ കാരണം അതൊരു സുപ്പീരിയർ എബിലിറ്റിയാണ്. സഹജ സ്വഭാവം ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, നമുക്ക് പല കാര്യങ്ങളും ഇൻസ്റ്റിങ്ക്റ്റ് വഴി പലതും എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ മുകളിൽ വന്ന ഒരു എബിലിറ്റിയാണ് ഈ തിങ്കിങ് പവർ, അതായത് റാഷണാലിറ്റി ഓർ ഇൻ്റലക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യന് ഓരോ തലങ്ങളിൽ കൂടുതൽ ഫ്രീഡം വരുന്നു. അതുകൊണ്ടാണ് ഈ സഹജ സ്വഭാവം മാത്രമുള്ള ഒരു വസ്തു, അത് ജീവിയായാലും മനുഷ്യനായാലും മൃഗമാണെങ്കിലും അതിന് ഫ്രീഡമില്ല, അതിന് സ്വാതന്ത്ര്യമില്ല. കാരണം ഒരു മൃഗം എന്ത് ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റും. പലപ്പോഴും അതിനെ ആക്രമിച്ചാൽ അത് തിരിച്ച് ആക്രമിക്കുക, അത് ആഹാരം കൊടുത്താൽ അങ്ങനെ ചെയ്യും, ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മനുഷ്യന് മൃഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം മൃഗത്തിന് ഫ്രീഡമില്ല, സ്വാതന്ത്ര്യമില്ല, അതിന് ചിന്താ സ്വാതന്ത്ര്യമില്ല. അപ്പോൾ സ്വാതന്ത്ര്യം ഏറ്റവും കുറഞ്ഞ ഒരു സംഗതിയാണ് ഈ മൃഗം. കാരണം ഇൻസ്റ്റിങ്ക്റ്റ് മാത്രമേ അതിനുള്ളൂ. മനുഷ്യന് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം. എങ്ങനെ? ഇൻ്റലക്റ്റ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം എന്താണ്? സഹജ സ്വഭാവം. ഇൻസ്റ്റിങ്ക്റ്റ് പറയും ഇങ്ങനെ ചെയ്യേ, ഇൻ്റലക്റ്റ് പറയും അങ്ങനെ ചെയ്യേ. അപ്പം മനുഷ്യന് നൗ ഹി ഹാസ് എ ചോയ്സ്. ഹി ക്യാൻ ഫോളോ ദ ഇൻസ്റ്റിങ്ക്റ്റ്, ഹി ക്യാൻ ഫോളോ ദ ഇൻ്റലക്റ്റ്. there's a choice, and more choice means more freedom. Some human being becomes more free because he gets intellect. മൃഗത്തിനാണെങ്കിൽ ഒരു ചോയ്സ് ഇല്ല, ഇൻസ്റ്റിങ്ക്റ്റ് എങ്ങനെ അതുപോലെ ചെയ്യും, വേറൊരു ചോയ്സ് ഇല്ല. മനുഷ്യന് ഇൻ്റലക്റ്റ് വരുമ്പോൾ ഹി ഗെറ്റ്സ് ചോയ്സ് ആൻഡ് ഹി ബിക്കംസ് മോർ ഫ്രീ. അതാണ്. സോ ബൈ അക്വയറിംഗ് ഇൻ്റലക്റ്റ് ഹ്യൂമൻ ബീയിങ് ബിക്കംസ് ഫ്രീ. So why I am telling this is that education is the progressive realization of freedom. അതുകൊണ്ടാണ് പറയുന്നത് വിദ്യാഭ്യാസം കൂടുതൽ ഈ സ്വാതന്ത്ര്യം സ്വായത്തമാക്കാൻ മനുഷ്യനെ സഹായിക്കലാണ്. അപ്പോൾ ഇൻ്റലക്റ്റ് നമ്മൾ റാഷണാലിറ്റി കൂടുതൽ നമ്മൾ എൻകറേജ് കൊടുത്താൽ they become free. They are able to think now and they can even overrule the instinct. ഇൻസ്റ്റിങ്ക്റ്റ് പറയുന്നതിനെ മാറ്റി വെച്ചിട്ട് ഇൻ്റലക്റ്റ് പറയുന്ന പോലെ ചെയ്യാനൊരു കഴിവുണ്ട് മനുഷ്യന്. അത് ഫ്രീഡമാണ്.
അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ മനുഷ്യനൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പം ഇൻസ്റ്റിങ്ക്റ്റും ഇൻ്റലക്റ്റും ഉള്ള ഒരു മനുഷ്യൻ ഇപ്പോൾ 2 ഡയമെൻഷനലായി. ഇൻസ്റ്റിങ്ക്റ്റ് മാത്രം ഉണ്ടെങ്കിൽ ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ, മൃഗങ്ങളുടെ ഡയമെൻഷനാണ്. ഇൻ്റലക്റ്റും കൂടി വരുമ്പോൾ അത് 2 ഡയമെൻഷനായി. ഇനി മനുഷ്യന് ഉള്ള വേറൊരു എബിലിറ്റിയാണ് തേർഡ് ഡയമെൻഷൻ. ഇൻ്റലക്റ്റിൻ്റെ മുകളിൽ മനുഷ്യൻ്റെ ഒരു കഴിവുണ്ട്. ഇറ്റ് ഈസ് എബവ് ദ ഇൻ്റലക്റ്റ്, സ്റ്റിൽ ഹയർ. ആ എബിലിറ്റി, ആ കഴിവിൻ്റെ പേര് ഗുഡ് വിൽ എന്നാണ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് പിന്നെ ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ അത് നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ജർമ്മൻ ഫിലോസഫർ ആയിരുന്നു. 1724 to 1804 അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. അദ്ദേഹം ഗുഡ് വിൽ പറഞ്ഞിട്ടുണ്ട്, ഗുഡ് വിൽ ഈസ് ദ ഓൺലി അൺക്വാളിഫൈഡ് ഗുഡ് ഇൻ ദ വേൾഡ്. നമ്മൾ ഈ ലോകത്തിൽ പല കാര്യങ്ങളും നല്ലതുണ്ട്, പല നല്ല കെട്ടിടം നല്ലതാണ്, കാണാൻ അത് നല്ലതാണ്, ഇത് നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ എവറിത്തിങ് ഈസ് ക്വാളിഫൈഡ്. ഇറ്റ് ഈസ് ക്വാളിഫൈഡ് ബിക്കോസ് എവറിത്തിങ് പ്രൊവൈഡഡ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. ഇത് നല്ലതാണ്, പ്രൊവൈഡഡ്, ദിസ് ഈസ് എ തിങ്. കാരണം ഇപ്പം അരിസ്റ്റോട്ടിൽ തന്നെ പണ്ട് ഗോൾഡൻ മീൻ എന്ന് പറഞ്ഞൊരു തിയറി കൊണ്ടുവന്നായിരുന്നു. അതായത് എന്ത് നല്ല കാര്യവും ഗോൾഡൻ മീനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. നല്ലതായാലും ചീത്തയായാലും എക്സ്ട്രീംസ് ആർ ഓൾവേസ് ബാഡ്, ഗോൾഡൻ മീൻ ഈസ് ദ ബെസ്റ്റ്. അപ്പം എല്ലാ ഗുഡും അതുപോലെയാണ്, എക്സസീവ് ഈസ് ബാഡ്. അത് തന്നെയാണ് നമ്മൾ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ തിയറി ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഒരു നല്ല കാര്യം, നല്ല വസ്തു തന്നെ കൂടുതൽ ഭക്ഷിച്ച് നോക്കുക, അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. അത് വൈ? ബിക്കോസ് ഓവർ കൺസംഷൻ ലീഡ്സ് ടു റെഡ്യൂസ്ഡ് മാർജിനൽ യൂട്ടിലിറ്റി. അതുപോലെ ഈ എല്ലാ കാര്യങ്ങളും ക്വാളിഫൈഡ് ആണ് എക്സെപ്റ്റ് ഗുഡ് വിൽ. ഇറ്റ് ഈസ് അൺക്വാളിഫൈഡ് ഗുഡ്. അതിന് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഗുഡ് വിൽ ഈസ് ഗുഡ് ബൈ ഇറ്റ് സെൽഫ്. It does not require support, it does not require condition, it is unconditional and it is good by itself, unqualified, absolute. അപ്പോൾ ഈ എബിലിറ്റി ഓഫ് ഗുഡ് വിൽ ഈസ് സുപ്പീരിയർ ടു ഇൻ്റലക്റ്റ്. ദാറ്റ് ഈസ് എ തേർഡ് ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്, ഹയർസ്റ്റ് ഡയമെൻഷൻ. Because why it is called a dimension? Because each dimension adds freedom to human being. ഇൻസ്റ്റിങ്ക്റ്റിനേക്കാളും ഇൻ്റലക്റ്റ് വരുമ്പോൾ ഫ്രീഡം കൂടി. ഇൻ്റലക്റ്റ് ഉള്ള ഒരു മനുഷ്യന് ഗുഡ് വില്ലും കൂടി ആ ഡയമെൻഷൻ വന്നാൽ ഹിസ് ഫ്രീഡം ബിക്കംസ് നൗ ഇൻക്രീസ്ഡ്. ഹിസ് ഫ്രീഡം ഈസ് മോർ നൗ. നൗ ഇൻസ്റ്റിങ്ക്റ്റ് സേസ് ആക്ട് ലൈക്ക് ദിസ്, ഇൻ്റലക്റ്റ് സേസ് ആക്ട് ലൈക്ക് ദിസ്, ബട്ട് ഗുഡ് വിൽ സേസ് ആക്ട് ലൈക്ക് ദിസ്. എ തേർഡ് ആക്ഷൻ, കോഴ്സ് ഓഫ് ആക്ഷൻ ഇറ്റ് വിൽ ടെൽ. It may not be what the intellect says. It may not be what the intellect says. അപ്പം ആ തേർഡ് ഡയമെൻഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാനും ഒരു കഴിവ് മനുഷ്യന് കിട്ടും. അപ്പോൾ നൗ ഹിസ് ഫ്രീഡം ഈസ് 3 dimensional, നോട്ട് 2 dimensional. ഇൻസ്റ്റിങ്ക്റ്റ് ഇൻ്റലക്റ്റ് ഉള്ള ഒരാൾക്ക് 2 dimensional ഫ്രീഡമേ ഉള്ളൂ. ദ മൊമെൻറ്റ് യു ആഡ് ഗുഡ് വിൽ യു ഗെറ്റ് 3 dimensional ഫ്രീഡം. സോ യു ഹാവ് എ ഹ്യൂമൻ ബീയിങ് ഈസ് നൗ മോർ ഫ്രീ. അപ്പം ആസ് യു പ്രോഗ്രസ് ഫ്രം ഇൻസ്റ്റിങ്ക്റ്റ് ടു ഇൻ്റലക്റ്റ് ടു ഗുഡ് വിൽ, ദ ഫ്രീഡം ഇൻക്രീസസ്. അങ്ങനെ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് ഫ്രീഡമാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിനെ ആ ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പരമമായ ലക്ഷ്യം. അപ്പോൾ ഈ പ്രോഗ്രസീവ് അവയർനെസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ ഒരു പോയിൻ്റ് ഉള്ളത്, ഈ 3 കാര്യങ്ങളും മൃഗങ്ങൾക്കും കുറച്ചേ ഉണ്ട്. ഇൻസ്റ്റിങ്ക്റ്റും അനിമൽസിനുണ്ട്, ഇൻ്റലക്റ്റും അതിന് കുറച്ചുണ്ട്, ഗുഡ് വില്ലും അതിന് കുറച്ചുണ്ട്. 3ഉം അനിമൽസിനുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ള എന്നാ വെച്ചാൽ അനിമൽസിന് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിങ്ക്റ്റാണ്. മേ ബി ഒരു അനിമലിനെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു 75-80% ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കുറച്ച് ഇൻ്റലക്റ്റ്, പിന്നെ അതിലും കുറച്ച് ഗുഡ് വില്ല്. ഇങ്ങനെയാണ് അനിമലിൻ്റെ സ്ഥിതി. അപ്പോൾ ഇൻ്റലക്റ്റിനേക്കാളും ഇൻസ്റ്റിങ്ക്റ്റ് കുറയും, ഇൻസ്റ്റിങ്ക്റ്റിനേക്കാളും ഇൻ്റലക്റ്റ് കുറയും, ഗുഡ് വില്ല് അതിലും കുറയും. മനുഷ്യന് നേരെ തിരിച്ചാ, ഇൻസ്റ്റിങ്ക്റ്റാണ് ഏറ്റവും കുറവ്. അതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പവർഫുള്ളായിട്ടുള്ള ഇൻ്റലക്റ്റ്, അതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പവർഫുള്ളായിട്ടുള്ള ഗുഡ് വില്ല്. അത് ഈ ഓർഡർ റിവേഴ്സ് ചെയ്യാൻ കഴിവുള്ള ജീവജാലമാണ് മനുഷ്യൻ. ഇൻസ്റ്റിങ്ക്റ്റ്, ഇൻ്റലക്റ്റ്, ഗുഡ് വിൽ എന്നുള്ള ഡിസെൻഡിങ് ഓർഡർ അത് അസെൻഡിങ് ഓർഡറായിട്ട് മാറ്റാനുള്ള ഒരു കഴിവ് അതാണ് മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. അത് അച്ചീവ് ചെയ്യുന്ന വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് ടാഗോറിൻ്റെ കവിത, അതിൽ ഈ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, വേർ നോളജ് ഈസ് ഫ്രീ, വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ അപ്പ് ഇൻ ടു ഫ്രാഗ്മെൻറ്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ്, വേർ വേർഡ്സ് കം ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത്, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of dead habit, where the mind is led forward by thee into ever-widening thought and action. Into that heaven of freedom, my father, let my country awake. അപ്പോൾ എങ്ങോട്ടാണ്? into that heaven of freedom.
where the mind is led forward by thee into ever widening thought and action. എപ്പോഴാണ് വൈഡനിങ് തോട്ട് ആൻഡ് ആക്ഷൻ വരുന്നത്? ഇൻസ്റ്റിങ്ക്റ്റ് മാത്രം വെച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഈസ് ഇറ്റ് വൈഡ് തോട്ട് ആൻഡ് ആക്ഷൻ? വളരെ നാരോ ആണ്. പക്ഷേ ദ മൊമെന്റ് യു ആഡ് ഇന്റലക്ട്, ദ ആക്ഷൻ ബിക്കംസ് വൈഡർ. തോട്ട് ആൻഡ് ആക്ഷൻ ബിക്കംസ് വൈഡർ. ദ മൊമെന്റ് യു ആഡ് ഗുഡ്വിൽ, അഗെയിൻ ദ തോട്ട് ആൻഡ് ആക്ഷൻ ബിക്കംസ് വൈഡസ്റ്റ്. So where the mind is led forward by the into ever widening thought and action. അപ്പോൾ എന്ത് പറ്റും? into that heaven of freedom. അപ്പോൾ അവിടെ ഫ്രീഡം കൂടും. ഇൻസ്റ്റിങ്ക്റ്റ് മാത്രം ഉണ്ടെങ്കിൽ ഫ്രീഡം ഇല്ല. പക്ഷേ if your mind is into ever widening thought and action, that individual is free. His freedom is much more than an animal which is having only instinct. So mind is so into that heaven of freedom, my father let my country awake. അപ്പം ഈ the progressive realization of freedom, that is what is called education. അപ്പോൾ ആ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് ഫ്രീഡം വരുത്താൻ ഈ കുട്ടികൾ, ഇപ്പോൾ നമ്മൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഇൻസ്റ്റിങ്ക്റ്റാണ് ഉള്ളത്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ഡിഫറൻസ് എന്നാ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അനിമലിനെല്ലാം കൂടുതൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെന്ന് ചോദിച്ചാൽ ആനിമലും കുട്ടിയപ്പോൾ ഒരുപോലെയാണോ? ഒരു വ്യത്യാസമുണ്ട്. അതായത് ഒരു കുട്ടിക്ക്, ഒരു ഹ്യൂമൻ ചൈൽഡിന് there is a potentiality of intellect and goodwill inherent in that child, which is not there in the animal. It has only instinct, but it has no potentiality. A human child has instinct only, mostly, but it has a potentiality. That potentiality is intellect and goodwill. And how that potentiality will come out of that child, how it will blossom, how it will become flowers and fruits, etc., is what is the purpose of education. അപ്പോൾ അത് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിൽ നമ്മൾ, അതാണ് അതിൻ്റെ ഒരു, ഇപ്പം ഞാൻ പറയുന്നത് ചിലപ്പം ഫിലോസഫി, എഡ്യൂക്കേഷൻ ഫിലോസഫി പോലെയൊക്കെ തോന്നിയേക്കും. ഞാൻ പണ്ട് സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ എന്നൊരു പുസ്തകം എഴുതി, അതിൻ്റെ പേര് റിഫ്ലക്ഷൻസ് ഓൺ ദ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പം അത് അങ്ങനെ എഡ്യൂക്കേഷൻ്റെ ഫിലോസഫീനെ കുറിച്ചൊക്കെ അന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പോഴ് മൈ പോയിൻ്റ് വ്യൂ അബൌട്ട് എഡ്യൂക്കേഷൻ ഈസ്, ഞാൻ ആദ്യം പറഞ്ഞു, there are two things. When we thought has to begin somewhere, people have to comprehend mystery. ഈ മിസ്റ്ററി എന്നൊരു വാക്ക് അത് എവിടെ നോക്കിയാലും, നമ്മൾ ഈ നോളജിൽ എവിടെ നോക്കിയാലും, ഈ സമൂഹത്തിൽ, പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മിസ്റ്ററി. വെദർ ഇറ്റ് ബി ഇൻ ദ ഫിസിക്കൽ വേൾഡ്, വെദർ ഇറ്റ് ബി ഇൻ ദ ബയോളജിക്കൽ വേൾഡ്, ഓർ വെദർ ഇറ്റ് ബി ഇൻ ദ സൈക്കോളജിക്കൽ വേൾഡ്, എനിവെയർ, സോഷ്യോളജിക്കൽ വേൾഡ്, എനി പ്ലേസ് യു ലുക്ക് അറ്റ്, യു വിൽ ഫൈൻഡ് മിസ്റ്ററി. അപ്പോൾ ആ മിസ്റ്ററി കാണാനായിട്ടുള്ള ഒരു കഴിവുണ്ടാക്കുക, അത് വളരെ, ആസ് സൂൺ ആസ് മാൻ ഡസ് നോട്ട് ടേക്ക് ഹിസ് എക്സിസ്റ്റൻസ് ഫോർ ഗ്രാൻഡഡ് ആൻഡ് ബിഹോൾഡ്സ് ഇറ്റ് ആസ് സംതിങ് അൺഫാതമബിളി മിസ്റ്റീരിയസ്, അവിടെയാണ് തോട്ട് തുടങ്ങുന്നത്. അവിടെയാണ് സയൻസ് പോലെ അവിടെയാണ് തുടങ്ങുന്നത്. സയൻസ് അതൊക്കെ ആരംഭിക്കുന്ന മിസ്റ്ററി എന്നുള്ളൊരു വാക്കിലാണ്. ടു തിങ്സ് ഓ മീ മോസ്റ്റ്, ദ സ്റ്റാറി ഹെവൻസ് അബവ് ആൻഡ് ദ മോറൽ ലോ വിത്തിൻ എന്നാണ് ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞത്. രണ്ട് കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒന്ന് നക്ഷത്രാങ്കിതമായ ആകാശവും, രണ്ടാമത്തത് മോറൽ ലോ വിത്തിൻ. ഇത് രണ്ടുമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് ഈ സയൻറ്റിസ്റ്റ് പറയുണ്ടായി. അപ്പം ഈ മിസ്റ്ററി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ മിസ്റ്ററി കാണാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സയൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നു. സയൻസ് എന്ന് പറയുന്നത്, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ദ കോസ്മിക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഈസ് എ ഫണ്ടമെൻ്റൽ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് സയൻറ്റിഫിക് റിസർച്ച് എന്നാണ്. സയൻസ് പഠിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോസ്മിക് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, മറ്റൊന്ന് കോസ്മിക് ഇമോഷണൽ എക്സ്പീരിയൻസ്, പിന്നൊന്ന് കോസ്മിക് മോറൽ എക്സ്പീരിയൻസ്. ഇതൊക്കെ സയൻസിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസാണ്. കോസ്മിക് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, നമ്മൾ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ, സ്പിരിച്വൽ എന്ന് കേൾക്കുമ്പോൾ ഉടനെ അത് സയൻസുമായിട്ടൊരു ബന്ധമില്ലെന്ന് ആൾ വിചാരിക്കും. അത് വളരെ തെറ്റാണ്. ബിക്കോസ് സ്പിരിച്വാലിറ്റിക്കുള്ള ഏറ്റവും നല്ല റൂട്ട് ഈസ് ത്രൂ സയൻസ്. ആസ് ഫാർ ആസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വൈ ഇറ്റ് ഈസ് ഐ എം ടെല്ലിങ് ദിസ് ഈസ് ബിക്കോസ് സയൻസ് ഈസ്, വാട്ട് ഈസ് സയൻസ്? 1833 വരെ സയൻറ്റിസ്റ്റ് വെയർ കോൾഡ് നാച്ചുറൽ ഫിലോസഫേഴ്സ്. ഇൻ 1833 one person in the Trinity College, William Wavell, he called natural philosophers as scientists. What is a scientist? One who is in search of truth. That is all. The definition of science is that. There are certain techniques of experiment, whatever it is. But science in the definition എന്താണ്? Somebody in search of truth. അതാണ് സയൻസ്. എനി ട്രൂത്ത്. അതിൽ there is no attachment to any truth. ഇന്നത്തെ സത്യം നാളെ സത്യമല്ലാതെ ആയാൽ സയൻറ്റിസ്റ്റ് ഈസ് നോട്ട് അറ്റാച്ച്ഡ് ടു ദാറ്റ്. ഹീസ് ഓൺലി അറ്റാച്ച്ഡ് ടു ട്രൂത്ത്. സോ ഇന്ന് അയാൾക്ക് സത്യം തോന്നുന്നു, നാളെ സത്യം അല്ലെങ്കിൽ അയാൾ ഇന്നത്തെ ഇതിനെടുത്ത് കളയും, എന്നിട്ട് നാളത്തെ സത്യത്തിന് സ്വീകരിക്കും. സോ ഹീസ് ഓൺലി അറ്റാച്ച്ഡ് ടു ട്രൂത്ത്. ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ ട്രൂത്ത്. ആൻഡ് മഹാത്മാഗാന്ധി ടോൾഡ് ഗോഡ് ഈസ് ട്രൂത്ത്. ആൻഡ് ഇഫ് ഗോഡ് ഈസ് ട്രൂത്ത് ആൻഡ് സയൻസ് ഈസ് ഇൻ സെർച്ച് ഫോർ ട്രൂത്ത്, then science is in search of spirituality.
ആ ഒരു ഡയമെൻഷൻ സയൻസ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ? ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം വലിയ സ്പിരിച്വലാണെന്നാണ് എൻ്റെ വിചാരം. ഐ ഓൾവേസ് തിങ്ക് ഹി ഈസ് വെരി വെരി സ്പിരിച്വൽ പേഴ്സൺ. വൈ? ഇറ്റ് ഈസ് ബിക്കോസ് ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ ചെറുപ്പത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു ക്ലർക്ക് ജോലി വാങ്ങിച്ചു ഒരു പേറ്റൻ്റ് ഓഫീസിൽ. അവിടെ പോയി കുറച്ച് ഫയലൊക്കെ നോക്കും, ക്ലറിക്കൽ വർക്കല്ലേ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്യുന്നത് ഒരു പെൻസിലും പേപ്പറും വെച്ചുകൊണ്ട് തോട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുവാണ്. അപ്പോൾ തോട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് യൂസിങ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ടു ഡിസ്ക്രൈബ് ദി എവല്യൂഷൻ ഓഫ് ദ സ്ട്രക്ചേഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. അതാണ് തോട്ട് എക്സ്പെരിമെൻറ്റ്. അതിന് മൈൻഡിൽ മാത്രമേ ഉള്ളൂ, വേറൊരു സാധനമില്ല. നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്, ഈ പെൻസിലും പേപ്പറും നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്, എല്ലാ കുട്ടികളുടെ കയ്യിലും ഉണ്ട് പെൻസിലും പേപ്പറും. ഈ പെൻസിലും പേപ്പറും വെച്ചുകൊണ്ട് ഇദ്ദേഹം കുറേ വർഷങ്ങൾ ഒരു റൂമിൽ കയറി കുത്തിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചില തിയറീസ് ഉണ്ടാക്കി, നമുക്കെല്ലാം അറിയാം. 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഈ രണ്ട് തിയറീസ് വെച്ച് അദ്ദേഹം ഈ പ്രപഞ്ചത്തിനെക്കുറിച്ച് ചില സത്യങ്ങൾ കണ്ടുപിടിച്ചു. വേറെ ഒന്നിൻ്റെ സഹായമില്ല, ഓൺലി ബ്രെയിൻ, പെൻസിൽ, പേപ്പർ, നത്തിങ് എൽസ്. ഈ സത്യങ്ങൾ കണ്ടുപിടിച്ചത്, ആ സത്യങ്ങൾ ഇപ്പോൾ ഇത് അൾട്ടിമേറ്റ് സ്പീഡ് ഇൻ ദ നേച്ചർ ഈസ് ദാറ്റ് ഓഫ് ലൈറ്റ്. ദർ ഇസ് നോ സ്പീഡ് എക്സീഡിങ് ദാറ്റ് ഓഫ് ലൈറ്റ്. ദാറ്റ് ഇസ് എ ട്രൂത്ത് വിച്ച് ഹി ഹാസ് ഫൗണ്ട്. ഹൗ? ബൈ തോട്ട് എക്സ്പെരിമെൻറ്റ്, നത്തിങ് എൽസ്. അങ്ങനെ നിരവധി സത്യങ്ങൾ ഹി ഫൗണ്ട്. ഇഫ് ഗോഡ് ഈസ് ട്രൂത്ത്, ഹി ഫൗണ്ട് സെവറൽ സച്ച് ട്രൂത്ത്സ് ബൈ ഹിസ് തോട്ട് ഇൻ ഹിസ് ബ്രെയിൻ. അത് കഴിഞ്ഞിട്ട് 1915 ഈ പബ്ലിഷ്ഡ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ അതിൽ ഒരു പ്രഡിക്ഷൻ. അപ്പം ഇദ്ദേഹത്തിൻ്റെ തിയറീസ് വെച്ച് വെരി കോംപ്ലിക്കേറ്റഡ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്. ഐ ഡോണ്ട് തിങ്ക് എനി വൺ ഓഫ് ഹിസ് ഹിയർ ഈസ് അക്വസ്റ്റംഡ് ടു ദ ഇക്വേഷൻസ് വിച്ച് ഈ ഡിറൈവ്ഡ് സിംഗിൾ ഹാൻഡഡ്ലി ഇൻ ദ 20s, 100 years ബാക്ക്. 100 കൊല്ലം മുമ്പ് അദ്ദേഹം ഒറ്റയാൾ ഈ തോട്ട് എക്സ്പെരിമെൻ്റ് വഴി എഴുതിയ ഇക്വേഷൻസ് ഒരെണ്ണം പോലും നമുക്ക് ആർക്കും, ഈവൻ MSc ഫിസിക്സ് പഠിക്കുന്നവരും വളരെ അതിൻ്റെ ഫുൾ തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോഴും, ഈവൻ ആഫ്റ്റർ 100 years. അപ്പം 1915 ഇദ്ദേഹം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ടെൻസർ അനാലിസിസ് ഒക്കെ വെച്ചുണ്ടാക്കി. എന്നിട്ട് അതിൽ ചില പ്രവചനങ്ങൾ നടത്തി. ചില പ്രവചനങ്ങൾ, ഒരു പ്രവചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈറ്റ്, പ്രകാശരശ്മികൾ ഗ്രാവിറ്റി വരുമ്പോൾ വളയും എന്നുള്ളതാണ്. ദേ വിൽ ബി ഗെറ്റ് കർവ്ഡ് ബിക്കോസ് ദിസ് ഗ്രാവിറ്റി ഹാസ് ആൻ എബിലിറ്റി ടു കർവ് സ്പേസ് ടൈം. സ്പേസ് ടൈമിനെ തന്നെ അത് വളയ്ക്കാൻ കഴിവുണ്ട് ഗ്രാവിറ്റിക്ക്. അതാണ് സ്പേസ് ടൈം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ കാര്യം, അതിനെ കർവ് ചെയ്യാനായിട്ടുള്ള കഴിവുള്ളതാണ് ഗ്രാവിറ്റി. അപ്പം അതുകൊണ്ട് അതേസമയം ലൈറ്റ് വിൽ ഓൾവേസ് ഫോളോ ദ ജിയോഡസിക് ഇൻ സ്പേസ് ടൈം. സ്പേസ് ടൈം എങ്ങനെ ഇരിക്കുന്നു ആ ദിശയിലെ ലൈറ്റ് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ 1915 കണ്ടുപിടിച്ചു ഈ ലൈറ്റിനെ ഗ്രാവിറ്റി വളയ്ക്കും. ഒരു നക്ഷത്രത്തിൻ്റെ അടുത്തൂടെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് വളയും എന്ന് ഐൻസ്റ്റീൻ പ്രവചിച്ചു 1915 അദ്ദേഹത്തിൻ്റെ തിയറി വെച്ചിട്ട്. 1919 ചില ശാസ്ത്രജ്ഞന്മാർ അത് തെളിയിക്കാനായിട്ട് പോയി. അവരൊരു എക്സ്പെരിമെൻ്റ് നടത്തി. എഡിങ്ടൺ, ഡൈസൺ, ഇങ്ങനെ 2 ശാസ്ത്രജ്ഞന്മാർ. ഒരാൾ ആഫ്രിക്കയിൽ ഒരു ടെലിസ്കോപ്പ് വെച്ചു, വേറൊരാൾ ബ്രസീലിൽ ഒരു ടെലിസ്കോപ്പ് വെച്ചു. ഇത് രണ്ടും വെച്ച് 1919 പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് സൂര്യൻ്റെ പിറകിൽ നിന്നത് നക്ഷത്രത്തിൽ നിന്ന് വന്ന പ്രകാശം ഇവരെ ഒബ്സർവ് ചെയ്തു. ഐൻസ്റ്റൈൻ്റെ തിയറി വെച്ചിട്ട് ഇത് പ്രെഡിക്റ്റ് ചെയ്തത് ഈ പ്രകാശം 1.75 seconds ഓഫ് ആൻ ആർക്ക് വളയും എന്നാണ്. അത് പ്രഡിക്ഷനാണ്. അതെങ്ങനെ അദ്ദേഹത്തിന് ആ നമ്പർ കിട്ടി? അത് തോട്ട് എക്സ്പെരിമെൻ്റ്, അത് റൂമിൽ നിന്ന് നടത്തിയ തോട്ട് എക്സ്പെരിമെൻ്റിൻ്റെ ഫലമാണ്. 1.75 seconds ഓഫ് ആൻ ആർക്ക് ഈ പ്രകാശം വളയുമെന്നുള്ളത്. 1919 ഈ ശാസ്ത്രജ്ഞന്മാർ ഇത് അളന്നു. 2 കൂട്ടർ 2 സ്ഥലത്തിരുന്ന് അളന്ന് കൃത്യമായിട്ട് അവർ അളന്നു നോക്കിയപ്പോൾ കണ്ടുപിടിച്ചത് 1.75 seconds ഓഫ് ആൻ ആർക്ക് ആ പ്രകാശം വളയുമെന്നാണ്. കൃത്യം, ദേ മെഷേർഡ് ഇറ്റ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ തിയറി വെച്ച് നടത്തിയ പല പ്രവചനങ്ങളും പിന്നെ അത് കൃത്യമാണ് ഈ പ്രപഞ്ചത്തിൽ എന്ന് പിന്നെ തെളിയിച്ചിട്ടുണ്ട്. 1979 ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്ന ഒരു പ്രവചനമുണ്ട് ഐൻസ്റ്റൈൻ്റെ. പ്രപഞ്ചത്തിൽ ഗാലക്സികളെല്ലാം ഒരു ഗ്രാവിറ്റേഷണൽ ലെൻസ് പോലെ പ്രവർത്തിക്കുന്നു. ഇറ്റ് വാസ് പ്രൂവ്ഡ് ഇൻ 1979. ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്ന ഒരു സംഗതി പ്രപഞ്ചത്തിലുണ്ട് എന്ന് ഐൻസ്റ്റൈൻ്റെ തിയറി കൊണ്ട് പ്രവചിച്ചതാണ് 1915. ഇറ്റ് വാസ് പ്രൂവ്ഡ് ഇൻ 2015, 100 years later. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ സംബന്ധിക്കുന്ന ഇത്തരം സത്യങ്ങൾ ഒരാൾ ഒരു മുറി കയറി നിന്ന് തോട്ട് എക്സ്പെരിമെൻ്റ് നടത്തി അദ്ദേഹം അത് കണ്ടുപിടിച്ചെങ്കിൽ ഹി ഹാസ് ഗോട്ട് സം വിഷൻ ഇൻ ടു ദ മൈൻഡ് ഓഫ് ഗോഡ്. ഹൗ ദ മൈൻഡ് ഓഫ് ഗോഡ് ഹാസ് വർക്ക്ഡ് ഇൻ ക്രിയേറ്റിംഗ് ദ യൂണിവേഴ്സ്. ഹി ഗോട്ട് സം കൈൻഡ് ഓഫ് വിഷൻ. അപ്പോൾ ആ വിഷൻ കിട്ടുമ്പോൾ ആ വിഷൻ അതിനെയാണ് അദ്ദേഹം കോസ്മിക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് പറഞ്ഞു. ആ കോസ്മിക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് സയൻറ്റിഫിക് റിസർച്ച്. പിന്നെ വേറൊരു കാര്യവും ജീവിതത്തിൽ അന്വേഷിക്കാനില്ല അദ്ദേഹത്തിന്, ആ വിഷൻ കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും അത്തരം വിഷൻ കിട്ടുകയില്ലായിരിക്കാം. പക്ഷേ there are so many other things in this world, so many other vision, so many other mysteries
so many other truths which have to be pursued and understood, which will give meaning to life. അപ്പോൾ ജീവിതത്തിന് മീനിങ് കിട്ടും, ഒരർത്ഥം കിട്ടും. സോ എ റിയലൈസേഷൻ, ലൈഫ് ഈസ് നോട്ട് ടേക്കൺ ആസ് എ ഗ്രാൻഡഡ് തിങ്, ആസ് എനിത്തിങ്, ജസ്റ്റ് കോമൺ പ്ലേസ് ആയിട്ട് വിചാരിക്കുന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ ഇതിനെവിടെ ടച്ച് ചെയ്യുന്നു, ഐ ആം ടച്ചിങ് ദിസ് പോഡിയം. പക്ഷേ ഇത് ശാസ്ത്രം പറയുന്നു ഞാൻ ഒന്നിനെയും ടച്ച് ചെയ്യുന്നില്ല, എൻ്റെ കയ്യിലെല്ലാം ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങളുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഒരു ആറ്റം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്ററാണ്. 10⁻10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത്ര ചെറുതാണ്. അതിൻ്റെ ഉള്ളിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, അത് 10⁻15 ആണ്. അതായത് ആറ്റത്തിൻ്റെ സൈസിൻ്റെ 1,00,000-1 ഉള്ളൂ അതിൻ്റെ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റുപാടും കുറേ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഈ ഇലക്ട്രോൺസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10⁻18 മീറ്ററാണ്. മാത്രമല്ല ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ വേവ് ആണോ പാർട്ടിക്കിളാണോ എന്ന് വരെ ആർക്കറിയില്ല. അതാണ് ഇലക്ട്രോൺ. 1907 ജെ തോമസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഇലക്ട്രോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിളാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു നോബൽ പ്രൈസ് കൊടുത്തു. 1927 ആയപ്പോൾ ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു നോബൽ പ്രൈസ് കൊടുത്തു. 1937 ഈ ജെ തോമസൻ്റെ മകനുണ്ട്, JP തോംസൺ. പുള്ളി എക്സ്റേ ഡിഫ്രാക്ഷൻ ഒക്കെ നടത്തിയിട്ട് പറഞ്ഞു ഇലക്ട്രോൺ എന്ന് പറയുന്നത് വേവ് നേച്ചറാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ എക്സ്പെരിമെൻറ്റിൽ അത് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങേർക്കും കൊടുത്തു നോബൽ പ്രൈസ്. അപ്പോൾ അങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ സ്ഥിതി. അപ്പോൾ ഈ ഇലക്ട്രോൺ കറങ്ങുന്ന ഈ ആറ്റം, ഈ ഇലക്ട്രോൺ എൻ്റെ കയ്യിലെല്ലാം പുറമേ ഇലക്ട്രോണേ ഉള്ളൂ, അതിൽ ന്യൂക്ലിയസ് ഇല്ല. അതിൻ്റെ ന്യൂക്ലിയസ് ഉള്ളിലാണ് ആറ്റത്തിൻ്റെ, ഓൺലി പുറമേ എല്ലാ ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിനെ ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഇലക്ട്രോൺസ് ഈ പോഡിയത്തിൻ്റെ ഇലക്ട്രോൺസിനെ ടച്ച് ചെയ്യുന്നില്ല. ഒരു ഇലക്ട്രോണിനും വേറെ ഇലക്ട്രോണിനും ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുകയില്ല, കനോട്ട് ടച്ച്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക്കാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ് അത് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ആ ബലം, ആ പ്രഭാവം ഇലക്ട്രോണിന് ചുറ്റും ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു ഇലക്ട്രോണിന് വേറെ ഇലക്ട്രോണിനെ പോയിട്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല, ഇമ്പോസിബിളാണ്. അതിനൊരു കാരണമുണ്ട്, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ ഇലക്ട്രോണിന് ഇരിക്കാൻ പറ്റുകയില്ല, 2 ഇലക്ട്രോണിന്, അതുകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുക. അപ്പം ഞാനിപ്പോൾ ഈ പോഡിയത്തിൽ എൻ്റെ കൈ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ പോലും ഈ പോഡിയത്തിൽ ഒരു ഇലക്ട്രോണിനെ ടച്ച് ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ ഒരാറ്റം പോലും ഈ പോഡിയത്തിൽ ഒരാറ്റത്തിനെ ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ടച്ച് ചെയ്യുന്നതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നു, അല്ല എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുന്നു, ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു. ഒന്നും ഫിസിക്കലി ഒന്നും ടച്ച് ചെയ്യുന്നില്ല, ഒന്നും ടച്ച് ചെയ്യുന്നില്ല. അതൊരു മിസ്റ്ററി അല്ലേ, അതിലൊരു അത്ഭുതമില്ലേ? സ്കൂളിൽ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ, ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഒന്നും ടച്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അത് ആ അത്ഭുതം അവർക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്കെല്ലാം തോന്നുന്നു ടച്ച് ചെയ്യുന്നു തോന്നുന്നു, പക്ഷേ ഇവിടെ ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും വി ക്യാൻ സീ മിസ്റ്ററി, എനിത്തിങ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് വാസ് സെഡ് ബൈ ഐൻസ്റ്റൈൻ ദാറ്റ് human being can live only in 2 ways. Either everything is a mystery or nothing is a mystery. അപ്പോൾ ഈ നത്തിങ് ഈസ് എ മിസ്റ്ററി എന്ന രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരെ എവരിത്തിങ് ഈസ് എ മിസ്റ്ററി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദർ ആർ സം മിസ്റ്ററീസ് ഇൻ ദ വേൾഡ് എന്ന് ചിന്തിക്കാൻ പ്രാപ്തരാക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് വിദ്യാഭ്യാസം. അപ്പം നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പം, അങ്ങനെ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ അങ്ങനെ ഒരു എബിലിറ്റി, ഒരു തിങ്കിങ് എബിലിറ്റി കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ? അപ്പോൾ തോട്ട് അവിടെ മിസ്റ്ററി കാണാൻ പറ്റാത്തവന് തോട്ട് തുടങ്ങിയിട്ടേ ഇല്ല. ഇൻഫർമേഷൻ ലോഡ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻഫർമേഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് നോളജ്? ആക്ച്വലി ദർ ഈസ് നോ പെർമനൻറ്റ് ട്രൂത്ത് നോളജ്, ബിക്കോസ് ഹ്യൂമൻ ബീയിങ് ക്യാൻ നെവർ അപ്രോച്ച് ട്രൂത്ത് 100%. 100% ഓഫ് ദ ട്രൂത്ത് ഓഫ് എനിത്തിങ് ഈസ് അൺഅപ്രോച്ചബിൾ ബൈ ഹ്യൂമൻ ബീയിങ്. ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. സയൻസ് പഠിച്ചാലും വേണ്ടില്ല, ഏത് വിഷയം പഠിച്ചാലും വേണ്ടില്ല, ഒരു വിഷയത്തിൻ്റെ 100% സത്യം മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം അതിനൊരു ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. അതുകൊണ്ട് ആണ് അതിൻ്റെ പ്രശ്നം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അപ്പം മനുഷ്യന് 100% സത്യം ഒരിക്കലും അപ്രാപ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ സത്യം നാളെ മാറ്റും, കുറച്ചുകൂടെ നല്ല സത്യം വരും. സത്യമല്ല അതുകൊണ്ട് എന്താ വ്യത്യാസിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സങ്കീർണമായ ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ നമ്മൾ കണ്ടുപിടിക്കുന്ന ഭാവനയാണ് ഈ സത്യമെന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഭാവനയാണ്, അതെല്ലാം നമ്മുടെ മനസ്സിലാണ്. ന്യൂട്ടൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ന്യൂട്ടൻ്റെ ഭാവനയാണ്. ഈ പ്രപഞ്ചത്തിലെ ഒരു സത്യത്തെ അത് വിശദീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയിൽ കണ്ട ഒരു കഥയാണ് ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ അതിനേക്കാളും ആ സത്യത്തിനെ വിശദീകരിക്കാൻ കൂടുതൽ നല്ല ഭാവനയുള്ള ആൾ കൂടുതൽ നല്ലൊരു തിയറി, നല്ലൊരു സ്റ്റോറി ഉണ്ടാക്കുമ്പം അതിന് നമ്മൾ പറയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അത് വരുമ്പം ന്യൂട്ടൻ്റെ കഥ എടുത്ത് കളയും. കാരണം ന്യൂട്ടൻ്റെ കഥ ആ സത്യത്തിൻ്റെ 80% അല്ലെ 50% കിട്ടുന്നുള്ളൂ അതിൽ നിന്ന്. അപ്പോൾ ആ കഥയിൽ 50% സത്യമുള്ളതുകൊണ്ട് എടുത്ത് കളയും. ഐൻസ്റ്റൈൻ്റെ കഥ വന്നപ്പോൾ അത് 80% സത്യമായി. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ, നമ്മളെടുത്തു. ഇനി നാളെ ആരെങ്കിലും 90% സത്യത്തിൻ്റെ ഒരു കഥ കണ്ടുപിടിച്ചാൽ ഐൻസ്റ്റൈൻ്റെ തിയറി അങ്ങെടുത്ത് കളയും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സത്യം, പക്ഷേ 100% സത്യം മനുഷ്യന് അപ്രാപ്യമാണ്.
ഐൻസ്റ്റൈൻ അവസാനത്തെ 10 കൊല്ലം അദ്ദേഹം സമയം ചെലവഴിച്ചത് എന്തിനാണ്? 10 കൊല്ലം. എന്തിനാണെന്ന് വെച്ചാൽ ഈ എല്ലാ ഫോഴ്സ് ഏകീകരിച്ചുകൊണ്ടുള്ള ഒറ്റ ഫോഴ്സ് ഉണ്ടാക്കാനുള്ള തിയറി കണ്ടുപിടിക്കാനാണ് 10 കൊല്ലം ചിലവാക്കി. 10 കൊല്ലം ചിലവഴിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഹാവ് സ്പെൻഡ് 10 years, ഐ ആം എക്സാക്ട്ലി അറ്റ് ദ പോയിന്റ് വേർ ഐ ഹാവ് സ്റ്റാർട്ടഡ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 100% സത്യത്തിലേക്കുള്ള അപ്രോച്ച് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അതുകൊണ്ട് കുറേ സത്യത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ കുറേ സത്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ മിസ്റ്ററി കാണാൻ പറ്റുന്നു. ആ മിസ്റ്ററി കാണുമ്പോൾ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നു, ഒരു ദിശാബോധം ഉണ്ടാകുന്നു, ഒരു ഡയറക്ഷൻ ഉണ്ടാകുന്നു, ഒരു സന്തോഷം ഉണ്ടാകുന്നു. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരമമായ ലക്ഷ്യം. ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഉള്ള ലക്ഷ്യവും അതാണ്. പലപ്പോഴും നമ്മൾ ഈ കുട്ടികളെ ഇൻഫർമേഷൻ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ള ആളുകൾ ചിന്തിച്ച കാര്യങ്ങൾ. എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്, വായിക്കുന്നത്? മറ്റുള്ള ആളുകൾ ചിന്തിച്ച കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ് വളർത്താൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ആ മറ്റുള്ള ആളുകൾ ചിന്തിച്ച കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് അത് കാണാപ്പടം പഠിക്കാനല്ല. അത് കാണാപ്പടം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്ന ട്രാക്കിലൂടെ ചിന്തിച്ച് നോക്കിയാൽ പല ട്രാക്കാണ്. നമ്മൾ പല ട്രാക്കിലൂടെ നടന്നു നോക്കുകയാണ്. ഇങ്ങനെ ഒരു ട്രാക്ക്, അത് ചിന്തിച്ചു പോകും. ന്യൂട്ടൺ കണ്ടുപിടിച്ച ട്രാക്ക് അങ്ങനെ ചിന്തിച്ചു. ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ച ഈ ട്രാക്ക്, ഇതിലെ ഒന്ന് ചിന്തിച്ചു. അങ്ങനെ മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്ന ട്രാക്കിലൂടെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള എബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുന്നത്. അല്ലാതെ ഇൻഫർമേഷൻ ഓവർലോഡ് ചെയ്യാനല്ല. ഒത്തിരി ഇൻഫർമേഷൻ, നമ്മുടെ ബ്രെയിനിലെല്ലാം കൂടി ഇൻഫർമേഷൻ, പിന്നെ അതിൽ സ്ഥലമേ ഇല്ല. അങ്ങനെ സ്ഥലമില്ലാതെ, ബ്രെയിനിന് സ്ഥലമില്ലാതെ വരില്ല, പക്ഷേ സ്ഥലമില്ല എന്ന് ഈ വ്യക്തിക്ക് തോന്നുന്നു. ആ രീതിയിലാണ് ഇൻഫർമേഷൻ കൊണ്ടുപോയി ഫില്ല് ചെയ്യുന്നത്. അവിടെ പണ്ട് ലവോസ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ദി യൂസ്ഫുൾനെസ് ഓഫ് എ പോട്ട് കംസ് ഫ്രം ഇറ്റ്സ് എംപ്റ്റിനെസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. അതത്ര മോശമായിട്ടുള്ള ക്വാളിറ്റിയല്ല. കാരണം എംപ്റ്റിനെസ്, ഒരു പാത്രം കരുതുന്നു, ഒരു കുടം ഒരാൾക്ക് കൊടുക്കുന്നു. ഈ കുടം നമ്മളെന്ത് ചെയ്തു? കുടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ നല്ല ഫില്ല് ചെയ്ത് എല്ലാം എന്തെങ്കിലും ഫില്ല് ചെയ്ത് സീൽ ചെയ്ത് ഒരു കുടം കൊടുത്തു. വല്ല പ്രയോജനമുണ്ട്? അതുകൊണ്ട് അതിനൊരു ഉപയോഗമില്ല. ഈ ഒരു കുടത്തിന് ഉപയോഗം വരണമെങ്കിൽ അത് എംറ്റി ആയിരിക്കണം. എന്നാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കാം. എംറ്റി അല്ലാത്തൊരു കുടത്തിൽ എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടികളുടെ ആകുന്ന ഈ കുടങ്ങൾ, ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആളുകളെല്ലാം കൂടി ഈ കുടങ്ങൾ സ്കൂളിൽ വരുന്ന അന്നേരം മുതൽ ഓരോ മണലും ചരലും ഒക്കെ വാരി നിറച്ച് അത് ഫിറ്റായിട്ട് ഉറപ്പിച്ച് കംപ്ലീറ്റ് സീൽ ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് വിട്ടാൽ അത് ഫുള്ളായി. ഇറ്റ് ഹാസ് നോ എംപ്റ്റിനെസ്, നത്തിങ് വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ് ഫർദർ. പിന്നെ അതിൽ ഒന്നും കടക്കുകയില്ല. അപ്പോൾ ഒന്നും കടക്കാത്ത ആ സംഭവം ടോട്ടൽ വേസ്റ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ടോട്ടൽ വേസ്റ്റായിട്ട് മാറുന്ന ഈ കുടങ്ങൾ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യൻ്റെ മനസ്സിലും കുറച്ച് സ്പേസ് അവിടെ ഇട്ടേക്കണം. മേക്ക് സം സ്പേസ് ദെയർ. സ്പേസ് ഈസ് എ വെരി വെരി ഗുഡ് തിങ്, നോട്ട് എ ബാഡ് തിങ്. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ മനസ്സിൽ എങ്ങനെ എംപ്റ്റി സ്പേസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും? വൈൽ ഗിവിങ് why information is given? Information is given to convert it to knowledge. And then why knowledge is given? Knowledge is given to convert it to wisdom. അതിന് വേണ്ടിയിട്ടാണ് നോളജ്. അപ്പോൾ വിസ്ഡം എന്ന് പറയുന്ന സംഭവം സമൂഹത്തിൽ ഇല്ലാതെ പോകാനുള്ള കാരണം ഇതാണ്. പണ്ട് ആരുണ്ട്, സയൻസിൻ്റെ ഐസക് അസിമോവ് എന്ന് പറഞ്ഞൊരു ഒരു തിങ്കർ, അദ്ദേഹം പറഞ്ഞു, ദി സാഡസ്റ്റ് ആസ്പെക്ട് ഓഫ് സയൻസ് ടുഡേ ഈസ് ദാറ്റ് സയൻസ് അക്വയേഴ്സ് നോളജ് ഫാസ്റ്റർ ദാൻ സൊസൈറ്റി അക്വയേഴ്സ് വിസ്ഡം. അതാണ് സയൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് സയൻസ് അക്വയേഴ്സ് നോളജ്, അതിങ്ങനെ ഇൻഫർമേഷൻ അതെല്ലാം കൂടി മനുഷ്യൻ്റെ മനസ്സിലിട്ട് അടച്ചടച്ച് വയ്ക്കും. പിന്നെ സൊസൈറ്റിക്ക് വിസ്ഡം കിട്ടുന്നില്ല. വിസ്ഡം എന്ന് പറയുന്ന സാധനം സൊസൈറ്റിക്കില്ല. കാരണം വിസ്ഡം ഈസ് ഡയറക്ഷൻ, നോളജ് ഈസ് മാഗ്നിറ്റ്യൂഡ്, ഇൻ്റലിജൻസ് ഈസ് ഡയറക്ഷൻ, ഇൻ്റലിജൻസ് ഈസ് മാഗ്നിറ്റ്യൂഡ്, ഗുഡ്വിൽ ഈസ് ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻസ്റ്റിങ്ക്റ്റ്, ഇൻ്റലക്റ്റ്, ഗുഡ്വിൽ ട്രയഡിൽ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന് ഇൻ്റലക്റ്റ് പോകുമ്പോൾ നമുക്ക് കുറച്ച് മാഗ്നിറ്റ്യൂഡ് കിട്ടും, സ്പീഡ് കിട്ടും. പക്ഷേ ഇൻ്റലക്റ്റിൽ നിന്ന് ഗുഡ്വില്ലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡയറക്ഷൻ കിട്ടും. ആൻഡ് ഡയറക്ഷൻ ഈസ് മോർ ഇൻഫർമേഷൻ ദാൻ മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ പിള്ളേരെല്ലാം വെക്ടർ സ്കെയിലറും പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ. ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുന്നത് ഇവിടെ ആരെങ്കിലും ഉണ്ടെന്നറിയില്ല. ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകരെ കാണുമായിരിക്കും. വെക്ടർ സ്കെയിലർ എല്ലാം ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നു. വെക്ടർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വെക്ടർ ആൻഡ് സ്കെയിലർ. ഓക്കെ. ആൻഡ് ദെൻ പിള്ളേർക്ക് എഴുതി കൊടുക്കും, വെക്ടർ ഈസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, സ്കെയിലർ ഈസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ? അതൊരു ചോദ്യം ചോദിക്കുകയില്ല. ആ ഒരു ചോദ്യം കൂടി അതിൻ്റെ കൂടെ ചോദിക്കണം, എങ്കിലേ ആ പഠിത്തം കംപ്ലീറ്റ് ആവുള്ളൂ. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ? സപ്പോസ് സംബഡി ഈസ് എയർ, ഇവിടെ ഈ മീറ്റിങ്ങിന് വരുന്നു, ഒരാൾ നടന്നു വരുന്നു, ഒരാൾ കാറി വരുന്നു, ഒരാൾ പിന്നെ ഫ്ലൈറ്റിൽ വരുന്നു, പല സ്പീഡിൽ വരുന്നു. അപ്പോൾ ഈ ശരിക്കുള്ള ഡയറക്ഷനിൽ ഇങ്ങോട്ട് നടന്നു വരുന്ന ആൾ ഇവിടെ എത്തും. പക്ഷേ റോങ് ഡയറക്ഷനിൽ ഒരാൾ കാറി പോയാൽ എവിടെ എത്തും?
ഇവിടെ വരില്ല. അപ്പം സ്പീഡിനല്ല ഇമ്പോർട്ടൻസ് ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. ഇഫ് സംബഡി ഗെറ്റ്സ് ഡയറക്ഷൻ ആൻഡ് ദർ ഇസ് നോ സ്പീഡ്, സ്റ്റിൽ ഇറ്റ് ഈസ് വെരി ഗുഡ് എഡ്യൂക്കേഷൻ. ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്റ്റാണ്. അതുകൊണ്ടാണ് ഇൻ്റലക്റ്റ് മാത്രം പോരെന്ന് പറയുന്നത്. ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡേ കിട്ടിയിട്ടുള്ളൂ, ഡയറക്ഷൻ ഇല്ലെങ്കിൽ എന്താ പ്രയോജനം? അപ്പോൾ അതുകൊണ്ട് ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഇഫ് സംബഡി ഈസ് ഹാവിംഗ് ഓൺലി ഡയറക്ഷൻ ആൻഡ് നോ മാഗ്നിറ്റ്യൂഡ്, സംബഡി ഈസ് ഹാവിംഗ് ഗുഡ് വിൽ ബട്ട് ലെസ് ഓഫ് ഇൻ്റലക്റ്റ്, ഇറ്റ് ഈസ് ബെറ്റർ എഡ്യൂക്കേഷൻ. ദിസ് ഇസ് മൈ വ്യൂ. പക്ഷേ ഓൾ ദി എഡ്യൂക്കേഷൻ ടുഡേ ഈസ് ഫോക്കസ്ഡ് ഓൺ ടു ദിസ് ഇൻഫർമേഷൻ, ഓൺ ടു ദിസ് ഇൻ്റലക്ട്, ഓൺ ടു ദിസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ ഇല്ലാത്ത വിദ്യാഭ്യാസ സിസ്റ്റം ഡയറക്ഷൻ ഇല്ലാത്ത സൊസൈറ്റിയെ ഉണ്ടാക്കും. അപ്പോൾ ഡയറക്ഷൻ ഇല്ലാത്ത സൊസൈറ്റിക്ക് ക്യാൻ നെവർ തിങ്ക് വൈസ്ലി. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ഇപ്പോൾ വളരെ വൈസായിട്ടല്ലേ തിങ്ക് ചെയ്തിരിക്കുന്നത്, എന്തൊരു സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയെക്കുറിച്ച്, സൊസൈറ്റിയുടെ ഡയറക്ഷൻ അറിയണമെങ്കിൽ അതിന് യു ഹാവ് ടു കം ഔട്ട് ഓഫ് സൊസൈറ്റി ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ പണ്ടാരുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there are two things which are infinite. there are two things which are infinite. ഇൻഫിനിറ്റ് ആയിട്ട് രണ്ട് കാര്യമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇൻഫിനിറ്റ്, two things are which are infinite, the universe and the human stupidity. These are the two things which are infinite. Then അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞു, I am not sure of the former. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. There are two things which are infinite, universe and human stupidity. അതിൽ ആദ്യത്തേതിനെ സംബന്ധിച്ച് എനിക്ക് അത്ര ഉറപ്പില്ലാന്ന്. യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ആണെന്ന് ഉറപ്പില്ല, രണ്ടാമത്തെ ഇൻഫിനിറ്റ് ആണെന്ന് പുള്ളിക്ക് ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിലാണ് സൊസൈറ്റിയുടെ ഈ മുന്നോട്ടുള്ള ഈ പോക്ക്. കാരണം ഇപ്പോൾ എവിടെയാണ് ഈ നമ്മുടെ ഈ ഡയറക്ഷൻ്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ കാര്യം, വളരെ നിസ്സാര കാര്യം ഞാൻ പറയാം. എല്ലാവരും വിമാനത്തിൽ കയറിയിട്ടുണ്ട്, എല്ലാവരും വിമാനത്തിൽ കയറുന്നു. ഒരാൾ വിമാനത്തിൽ കയറി, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വലിയൊരു പടക്കം പൊട്ടിക്കുന്നു വിമാനത്തിൽ ഇരുന്നിട്ട്. അപ്പോൾ ഉടനെ മറ്റാളുകൾക്കെല്ലാം മനസ്സിലായി ഇയാളൊരു വിഡ്ഢിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ടെററിസ്റ്റ് ആയിരിക്കും. അയാൾ ഉടനെ പിടികൂടും, അറസ്റ്റ് ചെയ്യും, ജയിലിലിടും. അയാൾ വിമാനത്തിൽ കയറി പടക്കം പൊട്ടിച്ചിരിക്കുക. അത് തെറ്റാന്ന് നമുക്കെല്ലാം മനസ്സിലായി. ഓക്കെ, ഇനി വേറൊരു വലിയ വിമാനം സങ്കല്പിക്കുക, ഭയങ്കര വലിയ വിമാനം. അതിൽ 765 കോടി ആളുകളുണ്ട്. ഈ 765 കോടി ആളുകളുടെ ഈ വലിയ വിമാനം ഈ സൂര്യൻ്റെ ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ വലിയ വിമാനം. അതിൽ 765 കോടി ആളുകൾ അങ്ങനെ ഇരിക്കുകയാണ്. ഈ വലിയ വിമാനം തകർന്നു പോയാൽ ഈ മനുഷ്യർ 765 കോടിക്ക് അതുപോലെ വേറെ ഒരു വിമാനം ഉണ്ടാക്കാൻ കഴിവില്ല. കാരണം ഈ മനുഷ്യരുണ്ടാക്കിയ വിമാനം അല്ലത്. അതേസമയം ഈ ആകെ 75 ആൾ കയറുന്ന, അല്ല 750 ആൾ കയറുന്ന ഒരു വിമാനം തകർന്നു പോയാൽ ആ മനുഷ്യർക്ക് അത് വേറെ ഉണ്ടാക്കാം, വേറെ ആളുകൾ വേറെ വിമാനം ഉണ്ടാക്കും. പക്ഷേ 765 കോടി ആൾ കയറിയ വിമാനം തകർന്നാൽ ഒരു രക്ഷയുമില്ല, ഈ മനുഷ്യർക്ക് അത് ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷേ ഈ മനുഷ്യർ അതിൽ കയറി നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൂര്യനെ ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ വലിയൊരു തുരങ്കം കുഴിച്ചേച്ച് അതിൻ്റെ ഉള്ളിൽ വലിയൊരു ബോംബ് പൊട്ടിക്കുന്നു. അപ്പോൾ ബോംബ് പൊട്ടിക്കുമ്പോൾ ഈ വിമാനം മൊത്തം കിടുങ്ങുന്നു. റിച്ച്റ്റർ സ്കെയിലിലാണ് കിടുങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ അളക്കുന്നു, റിച്ച്റ്റർ സ്കെയിലിൽ ആരൊക്കെ പഠിപ്പിക്കുന്നു. റിച്ച്റ്റർ സ്കെയിലിൽ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന് 8 മാഗ്നിറ്റ്യൂഡ്, എന്നുവെച്ചാൽ ശരിക്കും വിമാനം കിടുങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 7-8 മാഗ്നിറ്റ്യൂഡുള്ള ബോംബ് പൊട്ടിച്ച് റിച്ച്റ്റർ സ്കെയിലിൽ നമുക്ക് വിമാനം കിടുക്കാൻ പറ്റും. എന്ത് നല്ല വിവരം, എന്ത് നല്ല ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ എല്ലാം വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് കൊടുക്കുന്നു. അവർക്ക് വളരെ സന്തോഷമാകുന്നു. എന്ത് കഴിവാണിത്, ഈ ഇവിടെ ഇത്രയും വലിയ കുഴിച്ചേച്ച്, ഇത്രയും വലിയൊരു ബോംബ് പൊട്ടിച്ച്, ഇത്രയും വലിയ കിടുക്കം ഈ വിമാനത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ, അതെന്തൊരു ശക്തിയാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവർക്ക്, പിള്ളേർക്ക് സന്തോഷം, നമുക്ക് സന്തോഷമില്ല. അത് നല്ല വിദ്യാഭ്യാസമായി. പക്ഷേ ഏത് രീതിയിലാണ് 750 കയറിയ ആളുടെ വിമാനത്തിൽ പടക്കം പൊട്ടിക്കുന്നതും 765 കോടി ആൾ കയറിയ വിമാനത്തിൽ ബോംബ് പൊട്ടിക്കുന്നതും, അതിൻ്റെ ഉള്ളിൽ ബോംബ് പൊട്ടിച്ച് അത് കിടക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരേ ഒരു വ്യത്യാസമുള്ളത്, 765 കോടി ആൾ കയറി വിമാനം പൊളിഞ്ഞു പോയാൽ അത് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിവില്ലാത്ത വിഡ്ഢികളാണ് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നതെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഈ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്ന് ശാസ്ത്രത്തിൻ്റെ വലിയൊരു നേട്ടമായിട്ടും സമൂഹത്തിൻ്റെ വലിയ നേട്ടമായിട്ടും കണ്ടുപിടിച്ച് അത് കൈയടിക്കുകയും അത് സ്കൂളിലെല്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് വിദ്യാഭ്യാസം. ഇൻഫർമേഷൻ, വി ആർ ഗിവിങ് ഇൻഫർമേഷൻ. വാട്ട് ഈസ് എ ഡയറക്ഷൻ? Is the direction of this human society correct or not? But where is the direction? Where is the wisdom lost in knowledge? Where is the knowledge lost in information? Where is the direction lost in the magnitude? Where is the wisdom lost in intellect? Where is the goodwill? Where is the goodwill lost in intellect? ഈ സംഗതിയൊന്നും ഇല്ലാത്ത വിദ്യാഭ്യാസം ഇങ്ങനെ പഠിപ്പിച്ച് ഈ ഇൻഫർമേഷൻ ഓവർലോഡ് ചെയ്ത ആളുകളെല്ലാം പുറത്തിറങ്ങിയിട്ട് ഈ നിറകുടങ്ങളായിട്ടുള്ള ആളുകൾ, അവർക്ക് എന്താണ് ലൈഫ് എന്നൊരു പിടിയുമില്ല. അവർക്ക് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർക്ക് മീനിങ് ഇല്ല. ദേ ഹാവ് നോ മീനിങ്. അവരോട് പറഞ്ഞിരിക്കുന്നത്, യു ഹാവ് ബീൻ എഡ്യൂക്കേറ്റഡ്, യു ഗോ, യു വർക്ക്, യു വിൽ ഗെറ്റ് ദി സാലറി.
അത് കഴിഞ്ഞ് and then after salary you will eat, then what will happen? You eat a lot of things, then you will get a lot of diseases. And then what will you do? അപ്പം then he is not able to find any meaning. No meaning. He is not able to think also. No mystery to think about. For thinking, mystery is required. He needs to understand there is mystery here, there. He doesn't know. So the person doesn't know about mystery. He doesn't know how to think. He doesn't have any direction. He doesn't find life meaningful. അപ്പോൾ അങ്ങനെയുള്ള ലൈഫുമായിട്ട് ഇങ്ങനെ പോകുന്ന തലമുറകളെ സൃഷ്ടിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് എങ്ങനെ നമുക്ക് മാറ്റം വരുത്തി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 ലക്ഷം ക്രിമിനൽ. ഇവിടെ കേരളം ഉണ്ടായപ്പോൾ കാലം മുതൽ നമ്മൾ പ്രബുദ്ധമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിമിനലിൻ്റെ എണ്ണം കുറഞ്ഞു വരണ്ടേ? അത് കുറയുന്നില്ല, അത് കൂടിയാണ് വരുന്നത്. അതുപോലെ FIR രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ എണ്ണം കുറയണ്ടേ? അത് കൂടുന്നില്ല, കുറയുന്നില്ല, അത് കൂടി വരുന്നു. ഇപ്പം നമ്മുടെ രാജ്യത്ത് പിന്നെ ഇപ്പോൾ ഇഫ് യു ടേക്ക് ഇപ്പം ഡിവോഴ്സസ്, അതിൻ്റെ എണ്ണം എടുത്ത് നോക്കിയേ, കോടതികളുടെ എണ്ണം എടുത്ത് നോക്കിയേ. ചിലപ്പോഴൊക്കെ എനിക്കിപ്പോൾ ഞാൻ വെൻ ഐ വർക്ക് ഇൻ ഗവൺമെൻറ് ഐ ഗെറ്റ് ഫയൽസ്. ചില ആൾ പറയുന്നത് നമ്മുടെ രാജ്യത്തൊരു വികസനം വേണം. എന്താ വികസനം? ഇവിടെ ഒരു ജയിൽ തുടങ്ങണം, ഇവിടെ അത്യാവശ്യമായിട്ടൊരു ജയിൽ തുടങ്ങണം, അതൊരു വികസനമാണ്. ജയിൽ തുടങ്ങുന്നത് നല്ല വികസനം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ, അങ്ങനെ ആളുകൾ ഇങ്ങനെ ഓടി നടക്കുന്നു. ഞങ്ങൾക്കൊരു ജയിൽ പാസ്സാക്കി തരണം ഇവിടെ. ഈ തരത്തിൽ നമുക്ക് അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം മാനസിക രോഗാശുപത്രികൾ ധാരാളം വേണം, പോലീസ് സ്റ്റേഷനുകൾ ധാരാളം വേണം, ജയിലുകൾ ധാരാളം വേണം. ഈ രീതിയിലുള്ള വികസനത്തിലേക്ക് പോകുന്നില്ല. അതല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം നന്നായിട്ട് നടക്കുന്ന സമൂഹമാണെങ്കിൽ the society will become better and better as time. That is a simple test where you have reached. ഇപ്പോൾ അവസാനം ഇനി ഇഫ് ഐ കീപ്പ് ഓൺ ടോക്കിംഗ് ഐ വിൽ കീപ്പ് ഓൺ ടോക്കിംഗ് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് സമയത്തിന് നിങ്ങൾക്കും പരിമിതിയുണ്ട്, എനിക്കും പരിമിതിയുണ്ട്. മണി 12 ആവാറായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഫണ്ടമെൻ്റൽ ഡയറക്ഷൻസ് അത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടണം. ഫണ്ടമെൻ്റൽ ഡയറക്ഷൻസ്, നോട്ട് വാട്ട് അതർ ഫെലോസ് തിങ്ക്. മറ്റുള്ള ആളുകൾ പറഞ്ഞതെല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് ആവശ്യമേ ഇല്ല. വി ഡോണ്ട് വാണ്ട് സച്ച് പീപ്പിൾ. വി വാണ്ട് പീപ്പിൾ ഹൂ ക്യാൻ തിങ്ക്. ഈ സൊസൈറ്റി പറയുന്നതെല്ലാം ശരി. ഇപ്പോൾ എന്താണ് അതിൻ്റെ എല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്നത്? സക്സസ്. എല്ലാവരും സക്സസ്. എല്ലാ സ്കൂളിലും പറഞ്ഞു കൊടുക്കുക സക്സസ്. നിങ്ങളെല്ലാം വിജയിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമാണ്, നിങ്ങളെല്ലാം വിജയിക്കട്ടെ, എല്ലാ കുട്ടികളും വിജയിച്ച് വരട്ടെ. തീർച്ചയായും അതാണല്ലോ വിദ്യാഭ്യാസം. പക്ഷേ വാട്ട് ഈസ് സക്സസ്? ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? ഹാസ് എനിബഡി തോട്ട് വാട്ട് സക്സസ് ഈസ്? വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് സക്സസ്? അതൊന്ന് ഡിഫൈൻ ചെയ്യണ്ടേ? അത് ഡിഫൈൻ ചെയ്യില്ല. പണ്ട് ബെർണാഡ് ഷാ ഒരു പ്രസംഗം നടത്തുകയാണ്. എന്താ, ആൽബർട്ട് ഐൻസ്റ്റൈനെ ആശംസ കൊടുക്കാനായിട്ട് ഒരു സദസ്സ് സംഘടിപ്പിച്ചു. അതിൽ ബെർണാഡ് ഷാ പ്രസംഗിക്കുകയാണ് ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ച്. ആൽബർട്ട് ഐൻസ്റ്റൈൻ തൊട്ടടുത്തിരിക്കുക. ഈ ബെർണാഡ് ഷായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹമാണ് ഈ നോബൽ പ്രൈസും ഓസ്കാർ അവാർഡും കിട്ടിയ ഒരു വ്യക്തിയാണ് ബെർണാഡ് ഷാ. ആൽബർട്ട് ഐൻസ്റ്റൈൻ നോബൽ പ്രൈസ് കിട്ടിയതാണ്. ഇപ്പോൾ രണ്ടുപേരും ഇരിക്കുന്നു. ബെർണാഡ് ഷാ ഇദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. അപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തിൽ വന്ന പല ആളുകളെക്കുറിച്ച് നമ്മൾക്ക് പലതും പറയാനുണ്ടാവും. അപ്പോൾ ചിലരെക്കുറിച്ച് ഇപ്പം ഒരു എക്സാമ്പിൾ, വലിയ ചരിത്രത്തിൽ വന്ന പല ആളുകളുണ്ട്. ചില ആളുകൾ ദേ ബിൽറ്റ് എംപയേഴ്സ്, പലരും സാമ്രാജ്യങ്ങളുണ്ടാക്കി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നെപ്പോളിയൻ സാമ്രാജ്യങ്ങളുണ്ടാക്കി. നെപ്പോളിയനെക്കുറിച്ച് എനിക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റും. പക്ഷേ നെപ്പോളിയനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നെപ്പോളിയനെ എനിക്ക് പ്രശംസിച്ചുകൊണ്ട് പറയാൻ പറ്റുകയില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെപ്പോളിയനെക്കുറിച്ച് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ജനിച്ചില്ലായിരുന്നെങ്കിൽ ലോകം കുറച്ചുകൂടെ നന്നായേനെ. ഇതാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഐൻസ്റ്റൈനെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇദ്ദേഹം യൂണിവേഴ്സ് എംപയർ അല്ല, ഹി ഡി നോട്ട് ക്രിയേറ്റ് എനി സാമ്രാജ്യം, ഹി ക്രിയേറ്റഡ് യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സ് എത്ര കാലം നിൽക്കും എന്ന് നമുക്കറിയില്ല. കാരണം ന്യൂട്ടൻ്റെ യൂണിവേഴ്സ് തകർന്നുപോയി, ഐൻസ്റ്റൈൻ വന്നാണ് അത് തകർത്തത്. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ യൂണിവേഴ്സ് എത്ര നിൽക്കുമെന്നറിയില്ല, പക്ഷേ ഹി ക്രിയേറ്റഡ് എ യൂണിവേഴ്സ് എന്ന് ബെർണാഡ് ഷാ പറഞ്ഞ ഒരു കഥയുണ്ട്. കഥയല്ല, അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഈ വാട്സാപ്പിലൊക്കെ കിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അതിൽ ഈ നെപ്പോളിയനെക്കുറിച്ച് പറഞ്ഞ കാര്യം, ഇദ്ദേഹം ജനിച്ചില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് വേൾഡിന്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ എന്താണ് സക്സസ്? പിള്ളേർക്കൊന്നും അറിയില്ല സക്സസ് എന്താണ്, വിജയം എന്താണെന്ന് പിള്ളേർക്കൊന്നും അറിയില്ല. ഒരു സിമ്പിൾ ടെസ്റ്റ് ഇവിടെ ഉണ്ട്. അതായത് മനുഷ്യൻ ലോകത്തിൽ വരുന്നു, ജീവിക്കുന്നു, പോകുന്നു. അത് കഴിയുമ്പോൾ എല്ലാവരും ചേർന്ന് ബാക്കി എല്ലാ ലോകത്തിന് ആളുകൾക്കെല്ലാം തോന്നുന്നു, ഇങ്ങേരിങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ ലോകം, ഈ വേൾഡ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് തോന്നിയാൽ, ഈസ് ഇറ്റ് സക്സസ്ഫുൾ? ഈസ് ദാറ്റ് ലൈഫ് സക്സസ്ഫുൾ?
അതൊരു ടെസ്റ്റ് അല്ലേ? ഇറ്റ്സ് എ ടെസ്റ്റ്. സോ അപ്ലൈ ദിസ് ടെസ്റ്റ് ടു ലൈഫ്. ലെറ്റ് ചിൽഡ്രൻ അപ്ലൈ ദിസ് ടെസ്റ്റ് ടു ദെയർ ലൈഫ്. യു വാണ്ട് ടു ബി സക്സസ്ഫുൾ. നിങ്ങളെല്ലാം സക്സസ്ഫുൾ ആവും. നിങ്ങൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി സക്സസ്ഫുൾ ആവുക, അത് ചെയ്യ് ഇത് ചെയ്യ്, കമ്പനിയിൽ പിന്നെ നല്ല പണം ഉണ്ടാക്കുക, എല്ലാം ചെയ്യ്. ബട്ട് ഓൾവേസ് അപ്ലൈ ദിസ് ടെസ്റ്റ്. At the end of the day, if the judgment, if you feel, you yourself feel that if I had not come to this world, the world would have been better, then how can that person be successful? So success is to be defined not in terms of accumulations, but in terms of contributions. Accumulation നോക്കി സക്സസിനെ നിർവഹിച്ചു കഴിഞ്ഞാൽ നെപ്പോളിയനാണല്ലോ സാമ്രാജ്യം ഉണ്ടാക്കിയത്. He made an empire. ഒരു എംപയർ ഉണ്ടാക്കിയ ആളാണ്. അയാളെക്കുറിച്ച് പറയുന്നത് ഇയാൾ ഈ ലോകത്തേക്ക് വന്നില്ലായിരുന്നു, ഈ ലോകം നന്നായനെന്നാണ്. സോ അക്യൂമുലേഷൻ ഈസ് നോട്ട് സക്സസ്, കോൺട്രിബ്യൂഷൻ. ഐൻസ്റ്റൈൻ മേഡ് എ യൂണിവേഴ്സ് ഇൻ ഹിസ് മൈൻഡ്. ദ മൈൻഡ്, ദ യൂണിവേഴ്സ് ഇൻ ദ മൈൻഡ് ഈസ് എ കോൺട്രിബ്യൂഷൻ. Because it creates mystery and universe in the mind of millions of individuals. So that is contribution. So making universe in the mind is a contribution. Making an empire is an accumulation. Success is to be defined not in terms of accumulations, but in terms of contributions. Is this principle understood by students of educational schools and colleges today? It is a very logical principle. Then where is the logic? So where is the logic lost in information? So a lot of logic is taught, lot of information is taught, no knowledge is coming out of it. Lot of knowledge is given, no wisdom is coming out of it. And the ability to think is going down and down and down. Because people are becoming learning more and more about less and less, and the ability to integrate is less. Ability to integrate is what gives direction, and the ability to integrate, while integrating things, looking at the fundamentals. Looking at the fundamentals. What is fundamental? Why success is a definition. It's a fundamental. All definitions are fundamental. ഇപ്പോൾ കുട്ടികൾക്ക് അതുകൊണ്ട് മണ്ണ് പച്ചക്കറി കൃഷി ചെയ്യുക അവർക്ക് ഇഷ്ടമില്ല. അതെന്തോ സംതിങ്, അല്ലെങ്കിൽ മണ്ണിൽ ഇറങ്ങിയാണെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. These are fundamentals. ഈ മനുഷ്യൻ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് പോകുന്നതുകൊണ്ട് മണ്ണിനെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് വേണ്ടേ? Where is that fundamental gone? So people have to, people can put their, somebody said the difference between I think it was Chesterton, the difference between the mathematician and the poet is that the mathematician tries to get his head into heavens, and the poet tries to get the heavens into his head. So nothing wrong in getting your head into heavens or heavens into head, but your feet has to be on the ground. Your feet has to be on the മണ്ണ്. മണ്ണും കല്ലും ഉള്ള ഭൂമിയിൽ കയ്യും കാലും ഉറപ്പിക്കണം. എന്നിട്ട് മൈൻഡ് ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ഹെവൻസ് ഓർ ഹെവൻസ് ക്യാൻ ഗെറ്റ് ഇൻ ടു ദ മൈൻഡ്, നോട്ട് എ പ്രോബ്ലം. ബട്ട് the individual shall not get into the heavens. That is very, very important. So this is a kind of education what is required. This is a kind of direction which has to be given to education. And this is a kind of thinking which has to come to the teachers when they educate children. And because it is a divine activity, I consider educating children, education, the work of education is a mind building. It is a divine activity. It is like a prayer. നമ്മളപ്പോൾ ഈ ഈശ്വരനോ പ്രാർത്ഥന പോലെ ഒരു പ്രാർത്ഥനയാണ് ഈ നല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ബിക്കോസ് ദ മൈൻഡ് യു ആർ ലൈറ്റിംഗ് അപ്പ് ദ മൈൻഡ്, പ്രകാശം കൊടുക്കുകയാണ് മനസ്സിൻ്റെ അകത്ത്. സോ ദാറ്റ് ഇസ് എ വെരി, വെരി ഡിവൈൻ ആൻഡ് വണ്ടർഫുൾ ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള സമൂഹം വളരെ, വളരെ പ്രധാനപ്പെട്ട സമൂഹമാണ്. ആൻഡ് ദാറ്റ് വിൽ ബിക്കം എൻലൈറ്റൻഡ് സൊസൈറ്റി. ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എൻലൈറ്റൻഡ് സൊസൈറ്റി. I hope I have gone, I think you are very much bored now, but see, I would like to conclude now, and thank you very much.